എന്നെ ഞെട്ടിച്ച ഒരു സംഭവം ലൂക്കോസിന്റെ സുവിശേഷത്തില്ല. ഒന്നെടുക്കാമോ? ലൂക്കോസിന്റെ സുവിശേഷം ചാപ്റ്റർ 2 അതിൻ്റെ 35 വാക്യം, 36, 37 വാക്യമാണ്. നിങ്ങൾ ബൈബിൾ തുറന്നാൽ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. നിങ്ങൾ ബൈബിൾ തുറക്കാമോ? ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ളവർ ബൈബിൾ തുറക്കണം. ഇനി ബൈബിൾ കൊണ്ടുവന്നിട്ടില്ലാത്തവർക്ക് വരുന്ന ആഴ്ച വരുമ്പോൾ ബൈബിൾ കൊണ്ടുവരണം. നിങ്ങൾക്ക് അങ്ങനെ കൊണ്ടുവരാൻ ഒരു ബൈബിൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയൊരു കാർഡുണ്ടല്ലോ, അല്ലെ പുറകിൽ പറഞ്ഞാൽ വരുന്ന ആഴ്ച നിങ്ങൾക്ക് അവരൊരു ബൈബിൾ എന്ത് ചെയ്യും? നല്ലൊരു ബൈബിൾ തരും. സ്തോത്രം. അപ്പം നമ്മൾ ആ ബൈബിളും കൊണ്ട് വരുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം. ജീവന്റെ വചനം, ദൈവത്തിൻ്റെ വചനം. ഇതിനകത്ത് ബൈബിൾ അങ്ങനെ വാക്യം, ബൈബിൾ പറഞ്ഞത് എല്ലാ തിരുവെഴുത്തും ദൈവ ശ്വാസം. അപ്പം ദൈവത്തിൻ്റെ ശ്വാസം ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്നത് എത്ര അത്ഭുതമായിരിക്കും അല്ലേ? ഇതൊരു ഭയങ്കര ബ്ലെസ്സിങ്ങാണ്. അപ്പം നമുക്ക് ആ വാക്യം ഒന്ന് നോക്കാം. നോക്കൂ നിങ്ങൾ, ലിസൺ. ആശേർ ഗോത്രം, 12 ഗോത്രത്തിൽ ഒരു ഗോത്രമാണ് ആശേർ. ആശേർ ഗോത്രത്തിൽ ഫനുവേൽ എന്ന് പറയുന്നൊരു മനുഷ്യൻ. ഫനുവേൽ എന്തോ ചാപ്റ്റർ 2 വേഴ്സസ് 36 ഓൺവേർഡ്സ്. ലൂക്ക് ചാപ്റ്റർ 2 വേഴ്സസ് 36, 37, 38 നോക്കിക്കോ. ഇനി നോക്കി, 12 ഗോത്രമുണ്ട്. അതിലൊരു ഗോത്രമാണ് ആശേർ. ആ ഗോത്രത്തിൽ ഒരു മനുഷ്യന്റെ പേരാണ് ഫനുവേൽ. അദ്ദേഹത്തിൻ്റെ മകളായ ഹന്ന എന്ന ഒരു പ്രവാചകി ഉണ്ടായിരുന്നു. ഒരാളെ പരിചയപ്പെടുത്തുകയാണ് ഉണ്ടായിരുന്നു. അടുത്ത വാക്യം, അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോട് കൂടെ 7 സംവത്സരം ജീവിച്ചു. വിവാഹം കഴിച്ചു. പക്ഷെ ആ ഫാമിലി ലൈഫ് അധികം നീണ്ടുപോയില്ല. 7 വർഷമേ എന്ത് ചെയ്തുള്ളൂ? ഒരുമിച്ച് ജീവിച്ചുള്ളൂ. ഓക്കെ, ഒരാളെ പരിചയപ്പെടുത്തുക. ഇനി നോക്കൂ, അടുത്ത വാക്യം നോക്കിയേ. 84 സംവത്സരം വിധവ. വിവാഹത്തിന് ശേഷം 84 years അവരെന്ത് ചെയ്തു? ഭൂമിയിൽ ജീവിച്ചു. 84 വർഷം ജീവിച്ചു. വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും ഒപ്പം പ്രാർത്ഥനയോടും ഒപ്പം രാവും പകലും ആരാധന ചെയ്ത് പോന്നു. ആ നാഴികയിൽ അവളും അടുത്ത് വന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരുശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരിക്കുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു. ഇതാണ് എന്നെ ഞെട്ടിച്ചത്. ഓഹോ, ഇത് ഞെട്ടിക്കാൻ വല്ലതും ഉണ്ടോ ഈ സംഭവം? അതിനകത്ത് ഞെട്ടാൻ വല്ല സാധനം ഉണ്ടോ എന്നുള്ളതാണ്. ഞാൻ ഞെട്ടിയത് കൊണ്ട് നിങ്ങൾ ഞെട്ടണമെന്ന് പ്രത്യേകിച്ച് നിർബന്ധമൊന്നും ഇല്ല. പക്ഷെ ഞാൻ ഞെട്ടിയ കാര്യം ഒന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കൊരു പക്ഷേ കോട്ടയം എന്ന് പറയുന്നത് ധാരാളം മെസ്സേജുകൾ കേൾക്കുന്ന സ്ഥലമായതുകൊണ്ട് ഒരു പക്ഷേ ഇതിൻ്റെ എല്ലാ മേഖലയും മനസ്സിലാക്കിയിട്ടുള്ളവർ കാണും. അങ്ങനെയുള്ളവർക്ക് ഞെട്ടലുണ്ടാവണമെന്നില്ല. പക്ഷെ എനിക്കിത് ഭയങ്കരമായിട്ട് ഞെട്ടലുണ്ടാക്കി. കന്യാകാലത്തിലാണ് കല്യാണം കഴിക്കുന്നത്. എത്ര വയസ്സിൽ കല്യാണം കഴിച്ചാണ്? ഒരു 16 വയസ്സൊക്കെയാണോ? അല്ല, ഒരു 20 വയസ്സ് കൂട്ടണോ? ഒരു 20 years, 20 വയസ്സ്. ഒരു പെങ്കൊച്ചിൻ്റെ കല്യാണ പ്രായം 20 വയസ്സ് കൂട്ടിക്കും. 20 വയസ്സ് അന്ന് എത്രയും ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്നാലും നമുക്കൊരു 20 വർഷം. 7 വർഷം ഭർത്താവിൻ്റെ കൂടെ താമസിച്ചു. അപ്പം എത്ര വയസ്സായി? 27. പിന്നെ ഒരു 84 വർഷം വിധവയായിട്ട് പാർത്തു. അപ്പം എത്ര വയസ്സാണ് ഈ സ്ത്രീക്ക്? 84 പ്ലസ് 20 104 പ്ലസ് 7, 111 വയസ്സുള്ള അമ്മച്ചി ആലയത്തിൽ സ്പെൻഡ് ചെയ്തു. 111 വയസ്സുള്ള അമ്മച്ചി ആലയത്തിൽ സ്പെൻഡ് ചെയ്തു. എത്ര വർഷമാണെന്നറിയാമോ? എത്ര വർഷമാണ് സ്പെൻഡ് ചെയ്തേ? നിങ്ങളെൻ്റെ കൂടെ ഉണ്ടെന്നോ ഇല്ലെന്നോ? ഉണ്ട്. എത്ര വർഷം സ്പെൻഡ് ചെയ്തു? 84 years. എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. നമ്മളാണെങ്കിൽ 3 മണിക്കൂർ ഇടയ്ക്ക് 5 വട്ടം ക്ലോക്ക് നോക്കും, വാച്ച് നോക്കും, മൊത്തം നോക്കും സമയം. നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ട്. ആ 5:30 തുടങ്ങി 8:30, 3 മണിക്കൂറാണ് നമ്മുടെ കൂട്ടായ്മ. 5:30 എന്ന് പറഞ്ഞാൽ ഷാർപ്പ് 5:30 വരുന്നത് പാസ്റ്ററും ലീഡർഷിപ്പിൽ നിൽക്കുന്നവരൊക്കെ കാണത്തുള്ളൂ. വിശ്വാസത്തിൽ വരുമ്പോൾ ആ സമയത്ത് വരത്തില്ല. വളരെ കുറച്ച് പേര് ആ സമയത്ത് വരത്തുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ പതുക്കെ വരത്തുള്ളൂ. ആശീർവാദം പറയുന്ന സമയത്തും വരുന്ന ആൾക്കാരുണ്ട്. ഇവിടുത്തെ കാര്യമല്ല, കോമൺ ആയിട്ട് നമ്മൾ പലയിടത്ത് പോകുന്നതുകൊണ്ട് ലാസ്റ്റ് പിതാവായോ എന്ന് പറയുമ്പോൾ വന്ന് കയറുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ഈ 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ നമ്മളിങ്ങനെ സ്ട്രെയിൻ ചെയ്യുമ്പോൾ 84 വർഷങ്ങൾ ആലയത്തിൽ സ്പെൻഡ് ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? അതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ രാത്രി വന്നിരിക്കുന്നവരുടെ മുമ്പിൽ
ഒത്തിരി കാര്യങ്ങൾ കാണും. ഇത് ഒരു പുതിയ ചർച്ചല്ലേ. ഞങ്ങൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് രോഗസൗഖ്യം ഒക്കെ ആയിരിക്കും. രോഗസൗഖ്യം, നിങ്ങളുടെ ഭാരങ്ങൾ, നിങ്ങൾക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങൾ കൂടുതൽ അവ ഹൈലൈറ്റ് ചെയ്യുന്നത്. കാരണം ഈ പുതുതായിട്ട് വരുന്ന ആൾക്കാർ എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്തായിരിക്കും വരുന്നത്. എന്തെങ്കിലും പ്രശ്നം കാണും. പ്രശ്നമില്ലാത്തവർക്ക് യോഗത്തിൽ വരണം നിർബന്ധമൊന്നും ഇല്ല. അപ്പം അത് ഞങ്ങൾ മനസ്സിലാക്കും. അപ്പം ഞങ്ങൾ അതിനെ കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്യും. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, രോഗം, കടം, ഇത് ഞങ്ങൾ പ്രാർത്ഥിക്കും. അപ്പം ഇതാ ഞങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ഇന്നലെ ആ വിഷയത്തിൽ ഭാരപ്പെടുന്നവർക്ക് ഇതിൽ ആശ്വാസമായിരിക്കും. അതാണ് ഞങ്ങൾ കൂടുതൽ പറയുന്നത്. പക്ഷേ എൻ്റെ ചിന്ത, ഇവർക്ക് രോഗമൊന്നും ഉണ്ടായിരുന്നില്ല. ഹന്ന അമ്മച്ചിക്ക് 111 വയസ്സുണ്ടെങ്കിലും പ്രത്യേകിച്ച് രോഗമൊന്നും ഉള്ളതായിട്ട് അറിയത്തില്ല. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമോ കുഞ്ഞുങ്ങളുടെ ഭാവിയോ അവരെ അലട്ടിയ പ്രശ്നമേ അല്ല. കാരണം കുഞ്ഞുങ്ങളെക്കുറിച്ച് ഒരു തെളിവും നമുക്ക് കിട്ടുന്നില്ല. പിന്നെ ഭർത്താവിനെ കുറിച്ച് പറയുന്നില്ല. ലിസൺ, ഭർത്താവിനെ കുറിച്ച് പറയുന്നില്ല. വീട്, വസ്തു, വാഹനം ഒന്നും പറയുന്നില്ല. നമ്മൾ ദൈവത്തോട് അടുക്കാൻ കാരണമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഹന്നയ്ക്കില്ല, ഹന്നാമ്മച്ചിക്കല്ല. ഞാൻ എൻ്റെ അമ്മ ആസ്മ പേഷ്യൻ്റ് ആയിരുന്നു. എൻ്റെ അമ്മച്ചിയുടെ ആസ്മ പേഷ്യൻ്റ് ആയിരുന്നു. ആസ്മ പേഷ്യൻ്റ് ആയിരുന്നിട്ട് കോട്ടയംകാരാണ് ഞങ്ങൾ. ജനിച്ചത് ഏലപ്പാറയാണെങ്കിലും എൻ്റെ നേറ്റീവ് പ്ലേസ് കോട്ടയമാണ്. കഷ്ടതയുടെ ആ നെല്ലിപ്പലക നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതിൽ നിന്നൊരു മോചനമായിരുന്നു അന്നത്തെ പ്രാർത്ഥനയ്ക്ക് പോയതിൻ്റെ പിമ്പിലേ ഉള്ളു ഞങ്ങളുടെ ഉദ്ദേശം. അപ്പം അങ്ങനെ വലിയ കഷ്ടതയൊന്നും ഹന്നയ്ക്കില്ല, ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ എന്തിന് 84 years ആലയത്തിൽ സ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ ആലയത്തിൻ്റെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ താമസിച്ചെന്ന് അർത്ഥമൊന്നുമില്ല. വീട്ടിൽ പോയി ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു റലം, ആ ഒരു ആത്മമണ്ഡലത്തിൽ ഇങ്ങനെ ഈ സ്ത്രീ സഞ്ചരിച്ചു. തൊട്ടുമേളി വേറെ ആളുണ്ട്, അവളുടെ പേര് ഷിമിയോൻ എന്നാണ്. പുള്ളിയെക്കുറിച്ച് പറയുന്നത്, അയാൾ ഒരു ദിവസം ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ വന്നു. പുള്ളി ആലയത്തിൽ പാർക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തെ പറഞ്ഞ ആ വാക്ക് എന്നെ സ്ട്രൈക്ക് ചെയ്തത്, ആത്മനിയോഗത്താൽ ദേവാലയത്തിലേക്ക് വന്നു. അപ്പൊ അതിനർത്ഥം എന്നാ? ആ നിയോഗം വരുമ്പോൾ അദ്ദേഹം ദേവാലയത്തിൽ ഇല്ലാത്തോണ്ടല്ലേ വന്നെന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും താമസിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ആത്മനിയോഗത്താൽ ദേവാലയത്തിലേക്ക് വന്നു. അതിനർത്ഥാൽ അന്ന് ആത്മനിയോഗമുണ്ടായി, ദേവാലയത്തിലോട്ട് വന്നു. അവിടെ തന്നെ ഉണ്ട്. പക്ഷേ ആലയം എന്ന് പറയുമ്പോൾ ഫുൾ ടൈം 24 hours ഇങ്ങനെ ആലയത്തിൽ കിടക്കുമല്ല. വീട്ടിലെ സാഹചര്യം, ആലയം, ആ ഒരു റലമാ. എന്നോട് നിങ്ങളുണ്ടോ? ഒരു സ്തോത്രം ഒന്ന് പറഞ്ഞേ, മനസ്സിലാകുന്നെങ്കിൽ മാത്രം. കാര്യം ഒത്തിരി സ്തോത്രം ഒന്ന് പറഞ്ഞു നോക്കട്ടോ. വീട്ടിൽ പോകുന്നുണ്ട്, ആലയത്തിൽ വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപക്ഷെ എനിക്കറിയത്തില്ല ജോലി ഉണ്ടോ എന്ന്. കാണുമായിരിക്കാം, ഇല്ലായിരിക്കാം, ബന്ധുക്കൾ കാണുമായിരിക്കാം. ഇതൊക്കെ ഉള്ളപ്പോഴും ആ ഒരു റലത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുക. 84 years ഇങ്ങനെ ആ ഒരു റലത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുക. 111 വയസ്സിൽ ഫാസ്റ്റ് ചെയ്തു. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമ്മൾ 30 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യും. 30 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ രോഗമായി, ഗ്യാസ് ട്രബിളായി. ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. അഥവാ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കിയാൽ ഒരു 12-12:30 ആകുമ്പോഴത്തേക്കും നമ്മളങ്ങ് വിറയ്ക്കാൻ തുടങ്ങും. 107 വയസ്സിൽ 110 വയസ്സിൽ റൗണ്ട് ചെയ്യാം. 110 ഫാസ്റ്റിംഗ്, ഉപവാസം. ഏജ് സത്യത്തിൽ അവർക്കൊരു നമ്പർ ആയിരുന്നില്ലയോ? ഇനി കേൾക്കണോ? ദൈവത്തെ ആരാധിച്ചു, മാത്രമല്ല രാവും പകലും ആരാധിച്ചു. അങ്ങനെ രാവും പകലും. എന്നോട് നിങ്ങൾ വരണം. ആരും മയങ്ങും ഉറങ്ങും ഒന്നും ചെയ്യരുത്. നിങ്ങളുടെ ഹൃദയത്തോട് എനിക്ക് സംസാരിക്കാനുണ്ട്. നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ഇന്ന് ഈ ഒരു പിക്ചർ പോലെ ഈ സാധനം നിങ്ങളുടെ മനസ്സിൽ കിടക്കും, എനിക്ക് ഉറപ്പുണ്ട്. ഒരു ഇളക്കത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല, എന്തായാലും ഒന്ന് പറഞ്ഞിളക്കുന്നതിനപ്പുറം നിങ്ങളുടെ ഹാർട്ടിനോട് എനിക്ക് സംസാരിക്കാനുണ്ട്. 110 വയസ്സിൽ ഫാസ്റ്റിംഗ്, 110 വയസ്സിൽ പ്രയർ, രാവും പകലും ആരാധന. എനിക്ക് അത്ഭുതം തോന്നിയ കാര്യം കേൾക്കണോ? യേശുവിനെ അന്ന് അവർ കാണാൻ ഒരു ഭാഗ്യമുണ്ടായി. ചെന്ന് യേശുവിനെ കണ്ടതിന് ശേഷം യെരുശലേമിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരോട് 110 വയസ്സിൽ യേശുവിനെ കുറിച്ച് എന്ത് ചെയ്തെന്നാ സംസാരിച്ചെന്ന്. അത് എത്ര വർഷം കാണുമായിരിക്കും? ഇപ്പൊ 110 വയസ്സിൽ ഗോസ്പൽ പറയാം, ജീസസ് 110 കമ്മിങ്, ജീസസ് 110 വയസ്സിൽ. എൻ്റെ കൂടെ നിങ്ങളുണ്ടോ? സ്തോത്രം. ഞാൻ ചോദിക്കുന്നത്, എന്താണ് ഇവരെ
പ്രേരിപ്പിച്ച ഘടകം. മടുപ്പ് വരത്തില്ലേ? കാരണം അന്നത്തെ ആലയം ഇത്രയും ഇത്രയും സുന്ദരമല്ല. ഇതിപ്പോ എന്ത് മനോഹരമാണ്. നിങ്ങൾ വരുന്നതിന് മുമ്പേ AC ഒക്കെ ഓൺ ചെയ്തേ, ഈ ഇതെല്ലാം നല്ല നല്ല തണുപ്പിച്ചേ ഇല്ലേ. ആകെയുള്ളൊരു പ്രശ്നം പാർക്കിങ്ങിന്റെ ബുദ്ധിമുട്ടേ ഉള്ളൂ. വണ്ടി കുറച്ച് അപ്പുറത്ത് പാർക്ക് ചെയ്യണം, ഒരു 50 മീറ്റർ നടക്കാനുണ്ട്. അതും സെറ്റപ്പ് കിട്ടാത്തതുകൊണ്ടല്ല, ഞങ്ങൾ അതോടെ എന്ത് ചെയ്ത് തന്നെ പരിഗണിച്ച് ആള് കൂടുമ്പോൾ ഞങ്ങൾ അതോട് നോക്കിയ സ്ഥലം എടുക്കത്തുള്ളൂ. സ്തോത്രം. എത്ര മനോഹരമായ സെറ്റപ്പ് അല്ലേ. ഈ സ്തോത്രം ചെയ്യാൻ നമുക്ക് തോന്നും, അത്ര സുന്ദരമാണ്. പക്ഷെ അവിടുത്തെ ആലയം നിങ്ങൾ നോക്കൂ. ഒരു ഭാഗത്ത് ഇങ്ങനെ ബിസിനസ്സുകാരുണ്ട്, ഇങ്ങനെ പൊൻവാണിപ്പക്കാരുടെ ബിസിനസിന്റെ മേശ അവിടെ ആലയത്തിന്റെ ഒരു ഭാഗത്തുണ്ട്. ഭയങ്കര വരുന്നു കൊടുക്കുന്നു, ബിസിനസ്, ഭയങ്കര ബിസിനസ്. അവിടുത്തതൊന്നും ഈ സ്ത്രീയെ ആകർഷിച്ചില്ല. 7 വർഷമേ താമസിച്ചുള്ളൂ ഭർത്താവിന്റെ കൂടെ. ബിസിനസ്സുകാരോട് ചെന്നിട്ട് എങ്ങനെയുണ്ട് ബിസിനസ്സൊക്കെ, നന്നായിട്ട് ഒന്നും ഇല്ല, ആകർഷിച്ചില്ല. പ്രാക്കളെ വിൽക്കുന്നവരുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് അപ്പുറത്തുണ്ട്, ആടിനെ വിൽക്കുന്നവരുടെ ഡിപ്പാർട്ട്മെന്റ് അതിനകത്തുണ്ട്. യേശു അത് ക്ലീൻ ചെയ്യുന്നു. ഇതെല്ലാം മറിച്ച് കളയുന്ന കർത്താവാണ്. കള്ളന്മാരുടെ ഗുഹ പോലെ ഇവിടെ ഉള്ളപ്പോ ഇതിലൊന്നും സ്വാധീനിക്കപ്പെടാൻ ഇവർക്ക് പറ്റിയില്ലല്ലോ. ഇവരുടെ മനസ്സിനെ അങ്ങോട്ട് വശീകരിക്കാൻ അവർക്കും പറ്റിയില്ലല്ലോ. ഇതൊക്കെ നടക്കുമ്പോഴും, ഇതൊക്കെ ഇതിനകത്ത് നടക്കുമ്പോഴും വ്യത്യസ്തമായി സഞ്ചരിക്കാൻ ഇവരെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരിക്കും? എന്നോട് നിങ്ങളുണ്ടല്ലോ അല്ലേ. സ്തോത്രം, സ്തോത്രം. അതിനർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ കാണുന്നതിലൊക്കെ അപ്പുറമായതെന്തോ ഒന്നവരുടെ മനസ്സിൽ എന്ത് ചെയ്തു? പതിഞ്ഞു. അതാണ് അതിന്റെ വിഷയം. 50 കൊല്ലത്തെ ലൈഫിനേക്കാൾ, കൊച്ചിന്റെ OET എക്സാമിനേക്കാൾ, അല്ലെങ്കിൽ മെറ്റീരിയലായിട്ടുള്ളൊരു ബ്ലെസ്സിങ് എന്നതിനേക്കാൾ മറ്റെന്തോ, പൊൻവാണിഭക്കാരുടെ മേശയേക്കാൾ, അവിടെ വിനിമയം ചെയ്യുന്ന സമ്പത്തിനേക്കാൾ, കാളയെ വിൽക്കുന്നിടത്ത് വൈകുന്നേരം കടപൂട്ടിപ്പോകുമ്പോൾ അവർ എണ്ണിത്തിട്ടപ്പെടുത്തി പണപ്പെട്ടിക്കകത്തിടുന്ന പണത്തേക്കാൾ, ആലയത്തിൽ 100 കണക്കിന് ആൾക്കാർ വരുമ്പോൾ ആ സുന്ദരന്മാരും സുന്ദരിമാരായിട്ടുള്ളവർ വരുമ്പോൾ അതിനേക്കാൾ എല്ലാം ഉന്നതമായത് എന്തോ ഒന്ന് അന്തരാത്മാവിൽ എന്ത് ചെയ്തു? ഇല്ലേ? ആണോ അല്ലയോ? ആണോ? കഴിഞ്ഞിടയ്ക്ക് എന്റെ മനസ്സിനകത്ത് വന്നൊരു വേർഡ് ഞാൻ പറയാം, ടെലസ്കോപ്പിക് വിഷൻ. ഒന്ന് പറഞ്ഞേ നോക്കട്ടെ, എന്തോ ബാക്കി അർത്ഥം ഒന്ന് പറഞ്ഞേ. ടെലസ്കോപ്പ് ഇല്ലേ, കേട്ടിട്ടില്ലേ? ടെലസ്കോപ്പ്, ടെലസ്കോപ്പിക് വിഷൻ. ഗൂഗിളിൽ നോക്കി അതിനെ കൊടുത്തേക്കുന്ന അർത്ഥം ദൂരദർശിനി എന്നാണ്. ദൂരദർശിനി ദർശനം, അങ്ങനെ 2 വേർഡ് വരും. ദൂരദർശിനി ദർശനം എന്ന് പറഞ്ഞാൽ ദൂരെ ഉള്ളതിനെ അടുത്ത് കാണാനായി കഴിയുന്ന വിഷൻ, ടെലസ്കോപ്പിക് വിഷൻ. ഇപ്പൊ ഈ കാണുന്നതൊക്കെ ഷോർട്ടായിട്ട് കാണുന്നെങ്കിലും ഇതുക്കു മേലെ അതിന്റെ മേളിൽ എന്തോ ഒന്ന് ഉണ്ട്. അത് അടുത്ത് കാണാൻ പറ്റുന്ന വിഷനാണ് എന്ത്? ടെലസ്കോപ്പിക് വിഷൻ. അങ്ങനെ എന്തോ ഒന്ന് അവരെന്ത് ചെയ്തു? കണ്ടു. സ്തോത്രം, സ്തോത്രം. അതെന്താണെന്നറിയാമോ? ഷീമോനോട് സംസാരിച്ചപ്പം പറഞ്ഞു, ഷീമോൻ മമ്മേ, ഞാൻ മരിക്കാൻ ആഗ്രഹിച്ചിട്ട് മരിക്കാതിരിക്കുക. 2 പേരും പ്രായമുള്ളവരായതുകൊണ്ട് ചോദിച്ചു, അങ്കിൾ എന്താ, അല്ല അച്ഛൻ എന്താ മരിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ പോകാൻ പറ്റുന്നില്ല. അപ്പൊ ചോദിച്ചു, അതെന്താ പോകാൻ പറ്റാത്ത? ഈ പുള്ളിക്ക് ഡ്യൂട്ടിയുണ്ട്, ജോലിക്കാരനാണ് പുള്ളി മനുഷ്യൻ. ഇയാളെ ബൈബിൾ പകർത്തി എഴുതുന്ന ആൾ. അന്ന് പ്രിന്റിംഗ് പ്രസ് ഇല്ലാത്തത് കൊണ്ട് ഒരു ബൈബിൾ കിട്ടിയാൽ, ഒരു പോർഷൻ കിട്ടിയാൽ പകർത്തി ഇപ്പുറത്ത് എഴുതുന്ന ആളാണ് ഈ ഷിമയോൻ. യെശയ്യാവിന്റെ പ്രവചനം എഴുതിയ കൂട്ടത്തിൽ ഒരു വാക്ക് അയാളെ സ്ട്രൈക്ക് ചെയ്തു. കന്യക ഗർഭിണിയായിട്ടൊരു മകൻ എന്ത് ചെയ്യും? ഇപ്പൊ അയാളെ മനസ്സിൽ പറഞ്ഞു, നടക്കില്ല. ഇപ്പൊ തമ്പുരാൻ പറഞ്ഞു, നടക്കും. നീ അങ്ങനെ പറഞ്ഞത് കൊണ്ട് അത് കണ്ടേച്ച് നീ ഇവിടുന്ന് എന്ത് ചെയ്താൽ മതി? പോയാൽ മതി. അതുകൊണ്ട് പുള്ളി അത് കാണാൻ വേണ്ടി ഇവിടെ താമസിക്കുക, ആലയത്തിൽ. ഈ ഇടയ്ക്ക് വന്ന് ചോദിച്ചു, അച്ഛനും കുറച്ച് നാളായിട്ട് ഇവിടെ ഉണ്ടല്ലോ. ഉണ്ട്. പോകുന്നില്ലയോ? പോകാൻ സമയമായിട്ടും പോകാൻ പറ്റുന്നില്ല. അപ്പൊ ചോദിച്ചു, എന്നാ പോകാത്ത? അല്ല, ഇനി എനിക്ക് കണ്ടിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോ ഈ കോൺവെർസേഷനിൽ ഹന്നയുടെ മനസ്സിൽ കൊളുത്തി, അങ്ങനത്തെ ഒരു ദിവസം ഇവിടെ ഉണ്ടാകും, നസ്രായനാഗതനാകും. അതാ പാടി, സുന്ദരന മനോഹര
നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ജാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം. ഇത് മനസ്സിൽ കയറി കൊളുത്തിയപ്പോ അതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത വർഷം 84 years, 84 വർഷം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ പ്രിയനെ, വിശ്വാസയാത്രയിൽ തുടരണമെങ്കിൽ, നിൽക്കണമെങ്കിൽ നിർബന്ധമാണ് ഒരു നല്ല ദർശനം. ക്രോസ് ജനറേഷൻ ആരംഭിച്ചതിന്റെ പിന്നിലെ കാര്യം അറിയോ? ഞാൻ അവരോടൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല എന്താ ആരംഭിച്ചത്. പക്ഷെ എനിക്കറിയാം, അവർ പാസ്റ്റർമാരാണ്. അവരുടെ മനസ്സിൽ ആഗ്രഹം കോട്ടയത്തെ ഏറ്റവും വലിയ ചർച്ച ഉണ്ടാക്കണം. അതൊന്നും ആയിരിക്കത്തില്ല. ആള് വന്നാൽ സന്തോഷമുള്ളൂ, അതിനകത്ത് പാർക്ക ദുഃഖമുള്ളേ, വന്നാൽ സന്തോഷമുള്ളൂ. ഫെയ്ത്ത് പാസ്റ്റർക്ക്, ഫെയ്ത്ത് ബ്ലെസൻ പാസ്റ്റർക്ക് ദൈവം ഗിഫ്റ്റ് കൊടുക്കുന്നത് എങ്ങനെയെന്നറിയോ? ക്രോസ് ജനറേഷൻ ആരംഭിച്ചു, 100 കണക്കിന് ആൾക്കാർ പെന്തിക്കോസ്തിൽ വന്നു എന്നതിന്റെ പേരിൽ ആയിരിക്കത്തില്ല. ഹൗസ് വാമിംഗ്, ഓരോ ഇഷ്ടംപോലെ വീടുകൾ കോട്ടയത്ത് പാസ്റ്റർ ഹൗസ് വാമിംഗ് നടത്തി, നല്ല കാര്യം. പക്ഷെ അതിലൊന്നും ആയിരിക്കത്തില്ല പ്രതിഫലം. വണ്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നല്ല കാര്യം. വണ്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല കാര്യം. അനേക കുഞ്ഞുങ്ങളുടെ OET പാസ്റ്റർ പ്രാർത്ഥിച്ച് വിടുതൽ കിട്ടിയോ? OET വിടുതൽ കിട്ടിയോ? അത് ശരി, എന്നാ പ്രതിഫലം? അതൊന്നും പ്രതിഫലമൊന്നുമില്ല. പ്രതിഫലം നിങ്ങളെ ഒരു സേഫായ സ്ഥലത്ത് കൊണ്ടുപോകുന്നതിനനുസരിച്ചാണ്. അത് ഏത് സ്ഥലമാണെന്നറിയാമോ? ഇതിന്റെ പേരാണ് നിത്യത. അതാ ഇതിന്റെ പിന്നിലെ അജണ്ട, ഈ ത്യാഗം. ഇതിപ്പോ ഒരു യോഗത്തിന് എത്ര രൂപ ചെലവുണ്ടെന്നറിയോ? സ്തോത്രം. പാസ്റ്റർമാര്, പാട്ടുകാരെ, കീബോർഡ്, ഇതിന്റെ സംവിധാനം, ഒത്തിരി ചിലവായത്. ഒരു യോഗത്തിന് അങ്ങനെ ഒരു 20,000 അറ്റ്ലീസ്റ്റ് ആകുമായിരിക്കും കേട്ടോ. എനിക്കറിയത്തില്ല, ഞാനൊരു ചെറിയ റൗണ്ട്, ഞാൻ കുറച്ച് ചെറിയ കണക്ക്. ഒരു മാസം. വാട്ട് ഈസ് ദ റീസൺ? 10 പേരെ കൂട്ടി സ്തോത്ര കാഴ്ചയ്ക്ക് അപ്പുറം നിങ്ങളെ നിത്യതയിൽ കൊണ്ടുപോകണമെന്നുള്ള ഒരു ഗഹനമായ ഉദ്ദേശമാണ് ഇതിന്റെ പിമ്പിലുള്ളത്. മനസ്സിലാക്കുന്നവർക്കായി കർത്താവിന് സ്തോത്രം. ചേർന്ന് കരമുയർത്തി ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്തേ. അത് നമ്മുടെ അകത്തോട്ട് കയറിയാൽ സൗഖ്യം കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് നമ്മുടെ അകത്തോട്ട് കയറിയാൽ വിടുതൽ കിട്ടിയില്ലേ? നോ പ്രോബ്ലം. കൊച്ചിന്റെ ഭാവി ശരിയായില്ലേ? നോ പ്രോബ്ലം. വഴി തുറന്നില്ലേ? നോ പ്രോബ്ലം. അതേസമയം അത് നമ്മുടെ അകത്ത് കയറിയില്ലെങ്കിൽ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു വിടുതൽ കിട്ടിയില്ല. എന്നാൽ നമുക്ക് ഇനി അടുത്ത ജനറേഷൻ വല്ലയിടത്തും ഉണ്ടോ നോക്കാം. ഈ വാട്സപ്പിനകത്ത് വരുമല്ലോ, അല്ലെ ഫേസ്ബുക്കിനകത്ത് വരുമല്ലോ, നോക്കാം. നെക്സ്റ്റ് ജനറേഷൻ ജീസസ് വോയിസ്. അത് കഴിഞ്ഞപ്പോൾ വിരുന്ന്, സ്വർഗീയ വിരുന്ന്. അത് കഴിഞ്ഞപ്പോൾ ഡെലിവറൻസ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കറിയത്തില്ല ഇവിടുത്തെ ചർച്ചസിന്റെ പേരുകളൊക്കെ. സ്തോത്രം. അവിടെ പോയി കിട്ടിയില്ല, ഇവിടെ പോയി കിട്ടിയില്ല. ഇനിയിപ്പം നെക്സ്റ്റ് ആര് പുതിയത് തുടങ്ങുന്നത് നോക്കട്ടെ. കാരണം അവിടെ പോയാൽ നമുക്ക് എന്ത് ചെയ്യുമോ? എന്നോട് നിങ്ങളുണ്ടോ? അതിന്റെ കാരണം ഓൺലി തിങ്ക്, മനസ്സിലുള്ളത് ഭൂമി മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതിനെ പിൻപറ്റുന്നത് 80 കൊല്ലം സേഫ് ആവണം. 80 കൊല്ലം സേഫ് ആവാൻ പെന്തിക്കോസിനകത്ത് വരേണ്ട കാര്യമൊന്നും ഇല്ല. ലൂലു, എത്ര സുന്ദരമായ ലൂലു, പെന്തിക്കോസുകാരനൊന്നും അല്ല മനുഷ്യൻ. വന്നോ? അല്ല. അല്ലേ തന്നെ കോട്ടയത്തെ ഏറ്റവും വലിയ പണക്കാരൻ പെന്തിക്കോസുകാരനൊന്നും അല്ല. ഏറ്റവും വലിയ വില കൂടിയ വാഹനമുള്ള പെന്തിക്കോസുകാരനാണോ? നോ നോ അല്ല. അതാ ഞാൻ പറഞ്ഞത്. ഇത് ഇപ്പൊ പറയുമ്പോ നിങ്ങൾക്കിത് മനസ്സിലാവുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. നമ്മുടെ തോട്ട് പാറ്റേൺ മാറണം. തോട്ട് പാറ്റേൺ മാറിയാലുണ്ടല്ലോ, നന്മയും കരുണയും നീ പാർക്കുന്ന നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്റെ പുറകെ വരും. അത് കാരണം നിന്റെ റൂട്ട് കൃത്യമാണെങ്കിൽ, നിന്റെ യാത്ര സ്ട്രെയിറ്റ് ആണെങ്കിൽ, നീ പോകുന്ന യാത്രയിൽ നിനക്ക് ആവശ്യമുള്ളതെല്ലാം തമ്പുരാൻ തരും. കാരണം എന്ത് തന്നാലും അതിലേക്ക് നിന്റെ മനസ്സ് ചായത്തില്ലെന്ന ഉറപ്പ് ദൈവത്തിനുണ്ടെങ്കിൽ നിനക്ക് ആവശ്യമായി തരാൻ അവൻ വിശ്വസ്തനാണ്. കരമുയർത്തി ഒരുമിച്ചൊരു സ്തോത്രം എന്ന് പറഞ്ഞ് 110 വയസ്സായിട്ടും നിരാശപ്പെടാതെ ഫോളോ ചെയ്യാൻ പ്രേരിപ്പിച്ച ഘടകമെന്ന് പറയുന്നത് ഒരു അസാധാരണ ദർശനം അകത്തുണ്ടായിരുന്നു. ഒന്ന് പറഞ്ഞേ, ദർശനം. പാതോർന്ന് പറഞ്ഞേ, ദർശനം. ഉണ്ടോ ദർശനം? എന്താ ദർശനം നമുക്കുള്ളേ? എന്ത് ദർശനം നമുക്കുള്ളേ? വരണേ എൻ്റെ കൂടെ നിങ്ങളെ. ഞാൻ എൻ്റെ പ്രാണനാണ് സംസാരിക്കുന്നത് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എത്ര ഹൃദയംഗമായിട്ട് ഞാൻ സംസാരിക്കുന്നത്.
കനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കിയ ചരിത്രമല്ല. അത് നല്ല കാര്യമാണ്, അതൊക്കെ ഈ ഭൂമിയിലുള്ള കാര്യമില്ല. അതിനപ്പുറത്ത് എന്തൊക്കെയോ നിങ്ങൾക്ക് ഒരു സത്യം അറിയാമോ? നമുക്ക് ഈ ഭൂമിയിലെ ലൈഫ് എന്ന് പറയുന്നത് ഒരു 80 വർഷം അല്ലേ, അല്ലെങ്കിൽ 90 വർഷം. 80 വർഷം 90 വർഷം എന്നൊക്കെ പറഞ്ഞ് മാക്സിമം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം പിള്ളേർ പോലും നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യത്തില്ല, നോക്കത്തില്ല. ഒരു 70 ഒക്കെ ആണെങ്കിൽ സേഫായിട്ട് നമുക്ക് പോകാം. ഇനി പോട്ടെ 80 ഒക്കെ ആകുമ്പോൾ നമുക്ക് സമാധാനമായിട്ട് പോകാം. അത്യാവശ്യം ബാത്റൂമിലൊക്കെ പോകാൻ നമുക്ക് ആരോഗ്യം വരും. അപ്പം ബാത്റൂമിലൊക്കെ നമുക്ക് ഈ പോകാനുള്ള ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകണം. കിടപ്പിലൊക്കെ ആണെങ്കിൽ വലിയ പ്രയാസമായിരിക്കും. നമ്മൾ മക്കൾ നോക്കത്തില്ല, അവരുടെ കുഴപ്പമില്ല, അവർ നാട്ടിലില്ല, നമ്മൾ പ്രാർത്ഥിച്ച് വിട്ടതുകൊണ്ട് അവർ നമുക്കിവിടെ കാണത്തില്ല. പിന്നെ ഹോം നേഴ്സാണ്. ഹോം നേഴ്സിൻ്റെ അല്ലേ, അവരുടെ ആ നേച്ചർ കൊടുക്കുന്ന ശമ്പളം അനുസരിച്ചും എല്ലാവരും ഒന്നും ജെനുവിനായിട്ടുള്ളവരുണ്ട്, എല്ലാം ജെനുവിനല്ല. അതുകൊണ്ട് നമ്മളങ്ങനെ കടന്ന് വിഷമിക്കും. ഫുഡ് കിട്ടത്തില്ല, സമയത്ത് ഫുഡ് കിട്ടത്തില്ല. നമ്മൾ തന്നെ കുക്ക് ചെയ്തപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ കഴിക്കാമായിരുന്നു. അപ്പം ഇത് കിട്ടത്തില്ല, കിട്ടിയാൽ ചിലപ്പോൾ നമ്മുടെ ടേസ്റ്റിന് കിട്ടത്തില്ല. നമ്മൾ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും, കഴിക്കേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെ പിള്ളേരെയും രാഗി, നാട്ടുകാരെയും രാഗി, അയൽക്കാരനെയും രാഗി കഴിയുന്നതൊക്കെ നല്ലത് ആരോഗ്യമുള്ള സമയത്ത് സേഫായിട്ടൊരു 80-85 പോവുകയാണെങ്കിൽ എന്തായാലും പോയേ പറ്റത്തുള്ളൂ. നമ്മളിവിടുന്ന് വിട്ടു പോകും. നമ്മുടെ സ്വന്തം അല്ലേ സാധനം, നമ്മുടെ സ്വന്തം അല്ല ഈ ഭൂമി, അല്ല. ആണോ? അല്ല. ഭൂമി ഇങ്ങനെ കിടക്കുക. 100 വർഷം മുമ്പത്തെ കോട്ടയത്ത് പാർത്തവരാരും ഇപ്പം ഇവിടെ ഇല്ല. ഞാൻ നോക്കി ആരെങ്കിലും ഉണ്ടോന്ന്. 100 വർഷം മുമ്പ് കോട്ടയത്തെ ആൾക്കാരെ ഫോട്ടോ ഉണ്ട്, ഈ ഗൂഗിളിൽ കിടപ്പുണ്ട്. 100 കൊല്ലം മുമ്പത്തെ കോട്ടയം, 3-4 കടകൾ, 2-3 വണ്ടി, കുറേ ആൾക്കാർ. അവരൊന്നും ഇപ്പം ഇവിടെ ഇല്ല. ഇതിനകത്ത് ആരുമില്ല. കാരണം 100 കൊല്ലം മുമ്പുള്ളവർ പോയി. അങ്ങനെയാണെങ്കിൽ അടുത്ത 100 കൊല്ലം കഴിയുമ്പോൾ നമ്മളും എന്ത് ചെയ്യും? നിങ്ങളില്ലാത്ത കോട്ടയം ഓർത്ത് നോക്കിക്കേ. നിങ്ങളില്ലാത്ത കോട്ടയം. നമ്മൾ പറഞ്ഞേക്കുന്നത് ഞാനില്ലെങ്കിൽ കോട്ടയില്ലെന്നാ. ഒരു മണ്ണാങ്കട്ടയില്ല. നമ്മളില്ലെങ്കിലും കോട്ടയം കാണും. നമ്മുടെ വീടെന്നൊക്കെ പറഞ്ഞാൽ ഞാനില്ലെങ്കിൽ എൻ്റെ വീടങ്ങ് തകിടം മറിയും. ഒന്നുമില്ല, ചുമ്മാ പറയുന്നത്. നമ്മളങ്ങ് പറയുന്ന ചർച്ചിൽ ഞാനില്ലെങ്കിൽ എന്നെ സംഭവിക്കാൻ ഒന്നും സംഭവിക്കത്തില്ല. നമ്മളില്ലാത്ത കോട്ടയം, നമ്മളില്ലാത്ത വീട്. നമ്മൾ വീടൊക്കെ ആൾക്കാരെ പൊളിച്ചു കളയും. നമ്മൾ വെക്കുന്ന വീടുണ്ടല്ലോ, എത്ര കോടികൾ ലക്ഷങ്ങൾ മുടക്കി വെച്ചേക്കുന്ന വീട്, നല്ല എന്തോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഹോം. മാക്സിമം ഡ്യൂറേഷൻ 40 വർഷമാണ്. 40 കൊല്ലം കഴിയുമ്പോൾ അതും ഇനി പൊളിയാൻ തുടങ്ങും. 40 കൊല്ലം കഴിയുമ്പോൾ. കാരണം ഈ പറപ്പൊടി ഇല്ലയോ. അത് മാത്രമല്ല, അന്നത്തെ ഫാഷൻ ഇന്നത്തെ ഫാഷനല്ല. കൊച്ചു പിള്ളേർ ഇത് പൊളിക്കും. അവർക്ക് പുതിയ ഫാഷൻ വരുമ്പോൾ ഡാഡിയുടെ വീട് പൊളിക്കും. ഇപ്പം 40 കൊല്ലം കഴിയുമ്പോൾ പൊളിച്ചിട്ട് അവർ പുതിയ വീട് എന്ത് ചെയ്യും? അപ്പം നമ്മളിങ്ങനെ ഞെരിഞ്ഞ് ഉണ്ടാക്കിയ വീട് കുഞ്ഞുങ്ങൾ പുഷ്പം പോലെ പൊളിക്കും. മറ്റേ സാധനം കൊണ്ടുവന്ന് ടക്കൊന്ന് കൊട്ടുമ്പോൾ അതെല്ലാം പൊട്ടിപ്പോവും. ഇവിടെ ഫോട്ടോ പോലും കാണത്തില്ല. അവർ നല്ല ഫോട്ടോ പണിത് വെക്കും. അവരുടെ അപ്പൻ്റെ, എൻ്റെ ഫോട്ടോ. ഇപ്പം എൻ്റെ മോൻ വെക്കുവാണെങ്കിൽ ഞാൻ വെക്കുന്ന വീട്ടിൽ എൻ്റെ അപ്പൻ്റെ ഫോട്ടോ കാണും. രാജു, കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ മകൻ, അല്ല കൊച്ചുകുട്ടി ആളിൻ്റെ രാജു എൻ്റെ അപ്പനാ. എൻ്റെ വീട്ടിൽ അപ്പൻ്റെ ഫോട്ടോ കാണും. എൻ്റെ മോൻ വീട് പണിയുമ്പോൾ എൻ്റെ അപ്പൻ്റെ ഫോട്ടോ മാറ്റിയിട്ട് അവൻ്റെ അപ്പന എൻ്റെ ഫോട്ടോ എന്ത് ചെയ്യും? വെക്കും. അവൻ്റെ മോൻ വീട് പണിയുമ്പോൾ എന്നെ ഔട്ടാക്കിയിട്ട് അവൻ്റെ അപ്പൻ്റെ ഫോട്ടോ എന്ത് ചെയ്യും? വെക്കും. ചുരുക്കം പറഞ്ഞത് 2 ജനറേഷൻ കഴിയുമ്പോൾ നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നെന്ന കാര്യം ഒരു മനുഷ്യനും അറിയത്തോലും ഇല്ല. ആണോ? അറിയത്തുപോലും. കുഞ്ഞമ്മാമ്മയുടെ അമ്മാമ്മ നമ്മളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്തിൽ ഒരു താമസിക്കുമെങ്കിലും നമ്മളെ ഓർക്കത്തൊന്നുമില്ല. നമ്മളിങ്ങനെ പോകും. ഇങ്ങോട്ട് നോക്കേ, ലിസൺ, എന്നോട് നിങ്ങൾ വരണം കേട്ടോ. ഇങ്ങനെ ഓരോരുത്തർ നടന്ന് സെല്ലി ചെല്ലും. സെല്ല് തള്ളിയിടും. അടുത്തളം നടന്ന് മാക്സിമം അവിടെ ഉള്ളൂ. സെല്ലി ചെല്ലും. സെല്ല് കേട്ടിട്ടില്ലയോ? തള്ളിയിടും. പിന്നെയും നടന്ന് നമ്മൾ ഈ നടപ്പല്ല ലാസ്റ്റ് എങ്ങോട്ട് ചെല്ലാൻ വേണ്ടിയിട്ടാ? സെല്ല് കൊണ്ട് തീരും. അതിനപ്പുറത്തിടും. അപ്പം 80 കൊല്ലം 90 കൊല്ലം കഴിയുമ്പോൾ ഒരു ദിവസം നമ്മുടെ ബോഡി കൊണ്ട് മോർച്ചറി വെക്കും അല്ലേ? ഒരു ദിവസം ഈ പറയും കുഞ്ഞമാമ കുഞ്ഞമാമ കഴിഞ്ഞു ഓക്കെ കഴിഞ്ഞെന്ന് പറയുമ്പോഴത്തേന് ആൾക്കാരെല്ലാം കൂടെ വന്നിട്ട് പ്രാർത്ഥിച്ചെടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവെക്കും മോർച്ചറി. എന്നിട്ട് പിന്നെ ഒരു സെറ്റപ്പാണ് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന ഒരു ദിവസം. അന്ന് രാവിലെ 7 മണിക്ക് ഇന്ന് ബോഡി എടുക്കാന്ന് പരിപാടിയുണ്ട്. ബോഡി കുഞ്ഞമാമ എടുക്കാന്നുള്ളതല്ല, കുഞ്ഞമാമ പോയി കഴിഞ്ഞ് പിന്നെ ബോഡി പ്രാർത്ഥിച്ച് ഏതാ ഷോഫയേറുമോർ നാളുണ്ടതിൽ കാണാമേ ദൂരെ വിശ്വാസത്താൽ പാട്ടൊക്കെ പാടി വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ എന്നും പറഞ്ഞ് ഈ സാധനം എടുത്ത് ഒരു മൊബൈൽ മോർച്ചറി വെച്ചിട്ട് ഫ്രണ്ടിൽ പാട്ട് പാടുന്നൊരു ടീമുണ്ടാവും. റെക്കോർഡിങ് ആവും, ലൈവ് പാടുമല്ല, റെക്കോർഡിങ് ഇട്ട്. ലൈവ് പാടുമ്പോൾ പ്രശ്നം പറ്റും. അപ്പം റെക്കോർഡിങ് ഇട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ആശ്വാസമേ എനിക്ക് അങ്ങനെ ഫ്രണ്ടിൽ പാട്ട്. തൊട്ട് പുറയിലൊരു മൊബൈൽ മോർച്ചറിയിൽ നമ്മളിങ്ങനെ ശാന്തമായി കിടക്കുന്നു. ഒരു 3-4 പേര് കരയാൻ വേണ്ടി കയറിയിട്ടുണ്ട്. കരയൊന്നും ആയിരിക്കത്തില്ല, അവരിങ്ങനെ നോക്കുമായിരിക്കും എന്തൊക്കെയാണെന്നുള്ളത്. കരയത്തൊന്നുമില്ല. നിങ്ങൾക്ക് നമ്മളിരുന്നിട്ടുള്ളതല്ലേ, കരയത്തൊന്നുമില്ല. പിന്നെ ഒറ്റയ്ക്ക് എങ്ങനെ വിടുന്നേ? ഇത് ചുമ്മാ വിട്ടാൽ ആൾക്കാരെല്ലാം പറയത്തില്ല. അപ്പം അതുകൊണ്ട് ഒരു 3-4 പേര് കയറിയിരിക്കുന്നു. തൊട്ടുപുറകിൽ നമ്മുടെ ഫോട്ടോ പതിപ്പിച്ച വണ്ടികൾ, കുറേ വണ്ടികൾ എന്ത് ചെയ്യുന്നു, വരുന്നു. ഡബിൾ ഇത് ഇട്ടുകൊണ്ട് ഇൻഡിക്കേറ്റർ കൊണ്ട് ടെക്കെ വരുന്നു. ഒരു 9 മണിയാകുമ്പോൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരും. 9 തൊട്ട്
12:30 വരെയുള്ള 3.5 മണിക്കൂർ. 3 മണിക്കൂറുള്ളൂ ശരിക്കും. ഈ 3 മണിക്കൂറത്തെ പരിപാടിയാണ് നമ്മുടെ പരിപാടി. അവിടെ കൊണ്ടുവെക്കുന്നു. പരിചയമുള്ളവരും ഇല്ലാത്തവരും കടന്നു വരുന്നു. അനുശോചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കുറച്ച് പേര് ചിരിക്കുന്നു, കുറച്ചൊരു മൊബൈൽ നമ്പർ മാറുന്നു, കുറച്ചൊരു വിശേഷങ്ങൾ ചോദിക്കുന്നു. പറയുമ്പോൾ ദുഃഖിച്ച് പറയുന്നെങ്കിലും അപ്പുറത്തുനിന്ന് വിശേഷമൊക്കെ പറയുന്നു. കുഞ്ഞുങ്ങളുടെ പോയി എവിടെ പോയി, UK-ലാണോ അയർലൻഡിലാണോ, എങ്ങനെയുണ്ട്, വീട് വെച്ചോ, ഗ്യാസ് ഉണ്ട്, ഷുഗർ എത്ര ഉണ്ട് എന്നൊക്കെ സംസാരിക്കുന്നു. കുറച്ച് പേര് എൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുന്ന് എന്ത് ചെയ്യുന്നു, കരയല്ല, ഇങ്ങനെ കരയുന്ന പോലെ ഇരിക്കുന്നു. കരച്ചിലൊന്നുമില്ല. പിന്നെ ലീഡ് ചെയ്യുന്ന പാസ്റ്റർക്കാണ് അവിടെ പാട്. വരുന്നവർക്കെല്ലാം സമയം കൊടുക്കണം. അവസാനം പുള്ളി മടുക്കുമ്പോൾ പുള്ളി പറയും, ഇനി ആര് വന്നാലും അനുശോചന സമയം ഇല്ല, 12:30 സാധനം പൊക്കണം. 12:30 എടുക്കുന്നു. അതുപോലെ ഈ സാധനം കയറ്റുന്നു, ഒരു പാട്ട് പാടുന്നു. മോർച്ചറി കൊണ്ടുവന്ന് അവിടെ ഒരു ചെറിയൊരു ബോഡി വെക്കാൻ വേണ്ടി മാത്രം ഒരു ചെറിയ സ്ലാബ് അങ്ങോട്ട് വെച്ചിട്ട് കുറെ വാക്യം വായിക്കുന്നു. നീയോ ദാനിയേലേ പൊയ്ക്കൊള്ളുക, വളരെ തള്ളിവിടുന്നു. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. എങ്ങോട്ട് പോകുന്നു? എന്തെല്ലാം സമ്പാദിച്ചാലും എന്തെല്ലാം ഉണ്ടല്ല, ഫൈനൽ അതല്ലയോ? അതുക്കപ്പുറം എന്ത്? അതിനപ്പുറത്തോട്ട് പോയാൽ സെല്ലിനപ്പുറം ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? സെല്ലിനപ്പുറം ചുമ്മാ കുഴിക്കകത്തിടൊന്നുമല്ല. കുഴിക്കകത്തിടുന്ന ഈ ബോഡിയെ, ഫിസിക്കൽ ബോഡി, നമ്മൾ കുട്ടിക്കൂറ അടിച്ച് തേച്ച് ഫേസ് വാഷ് ഇട്ട് കഴുകി സൂക്ഷിക്കുന്ന ഈ സാധനം, ഇതേ ഉള്ളു. ഇത് അങ്ങോട്ടിടുക. ഇതല്ലല്ലോ ഞാൻ ഏലപ്പാറ. ഇതല്ല, ഈ ബോഡിയല്ല. ഏലപ്പാറയ്ക്ക് വസിക്കാനുള്ള ബോഡിയാണിത്. പക്ഷെ റിയാലിറ്റിയിൽ ഏലപ്പാറ അല്ല. ഏലപ്പാറ ഇതിൻ്റെ അകത്തൊരാളുണ്ട്. പുള്ളി മരിക്കുമ്പോൾ എന്ത് ചെയ്യും? മരിച്ചപ്പോഴേ പുള്ളി വിട്ടു പോയി, ഒറ്റ പോക്ക. പെർമനന്റ് ഹോം എന്ന ബൈബിൾ വാക്യം. അത് സഭാപ്രസംഗം നന്നായിട്ട് പറയുന്നുണ്ട്. രോചനക്കുരു ഫലിക്കാതെ വരും. രോചനക്കുരു മീൻസ് മരുന്ന് ഫലിക്കാതെ വരും. മനുഷ്യൻ അവന്റെ ശാശ്വത ഭവനത്തിലേക്ക് മടങ്ങും. ഏതാ ശാശ്വത ഭവനം? പെർമനന്റ് ഹോം. സെമിത്തേരി അല്ല. സെമിത്തേരിയുടെ വാക്കിനടുത്ത് ഉറക്കെ അറിയുന്ന സെമിട്രി എന്ന വാക്കിനടുത്ത് ഉറങ്ങുന്ന അറ എന്നുള്ളതേ ഉള്ളൂ. അത് പെർമനന്റ് അല്ല. അത് മാത്രമല്ല, 50 കുടുംബമുള്ള ചർച്ചുകാർക്ക് ആകെ 6 സെല്ലേ ഉള്ളൂ. 50 കുടുംബത്തിന് 50 സെല്ലൊന്നുമില്ല, ആകെ 6 ഉള്ളൂ. അതിനർത്ഥം അടുത്ത ആൾ വരുമ്പോൾ മുമ്പിൽ ഇരിക്കുന്ന ആളെ കുത്തിയിടും. 6 സെല്ലേ ഉള്ളൂ. അപ്പൊ അത് നമുക്ക് സ്വന്തമെന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. സ്വന്തം അല്ല. ഇതൊക്കെ റിയാലിറ്റിയായി പറഞ്ഞു. അപ്പൊ സ്വന്തം ഏതാണ്? സ്വന്തം എന്ന് പറ പെർമനന്റ് ഹോം. അവിടെ ചെല്ലും. അടുത്ത വാക്യം ഇങ്ങനെയാണ്: വിലപിക്കുന്നവർ വീതിയിൽ നടക്കും. വിലപിക്കുന്നവർ, നമ്മൾ കരഞ്ഞോണ്ടിരിക്കും. സമയാമം പാടി പുള്ളി ഓൾറെഡി പോയി കഴിഞ്ഞു. പിന്നെ വിലപിക്കുന്ന നമ്മളിങ്ങനെ കരഞ്ഞോണ്ടിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ എന്റെ ചോദ്യം, ഏത് ഹോമിൽ ചെല്ലും? അങ്ങനെ 2 ഹോമാ ഉള്ളത് അല്ലേ? ഒന്ന് ഇപ്പോഴാണെങ്കിൽ പർദീസയും, മറ്റൊന്ന് യാതനാ സ്ഥലവും. അവിടെ എവിടെ പോകുന്ന കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നേ? ആദ്യം എവിടെ ചിന്തിക്കാനല്ലയോ പാസ്റ്ററാവൂ? മുട്ടുവേദനയ്ക്ക് ഒരു സൗഖ്യം വരാൻ വേണ്ടിയാണ് ഞങ്ങൾ ക്രോസിൽ വന്നേ. മുട്ടുവേദനയ്ക്ക് ഒരു ഭയങ്കര മുട്ടുവേദന. പലയിടത്തും ഞങ്ങൾ പോയിട്ട് ഈ മുട്ടുവേദനയ്ക്കൊരു സൗഖ്യം. അതിനിടയ്ക്ക് യാതനാ സ്ഥലമേതാ, ഈ പർദീസ. അതാ ഞാൻ പറഞ്ഞ വിഷനാണ് വിഷയം. എന്നോട് നിങ്ങൾ ഉണ്ടോ? പ്ലീസ് ലീസൺ ടു മീ. പ്ലീസ് ലീസൺ. സ്തോത്രം. നമ്മുടെ ദർശനമാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ പ്രിയരേ, നമ്മുടെ അന്തരാത്മാവിനകത്ത് ഇത് പതിയപ്പെടുന്നില്ലെങ്കിൽ കേവലം ഈ യോഗങ്ങളൊക്കെ ഒരു സാധാരണ തലത്തിൽ വൈൻഡപ്പ് ചെയ്യുന്നതിലോട്ട് വരും. സ്തോത്രം. മുട്ടുവേദന ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. സ്വർഗത്തിൽ പോയ പ്രശ്നമില്ല. മുട്ടുവേദന ഉള്ളത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. മുട്ടുവേദന ഇല്ലാതെ നരകത്തിൽ പോകുന്നതിനൊക്കെ നല്ലതൊരു അല്പം മുട്ടുവേദനയൊക്കെ വെച്ചിട്ട് സ്വർഗത്തിൽ പോകുന്ന നല്ലതല്ല ചിന്ത. അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ, അതിനെക്കുറിച്ചൊന്ന് ധ്യാനിക്കാൻ, അത് അന്തരാത്മാവിൽ കേറി ഒന്ന് കൊടുത്താൻ ഇന്ന് രാത്രി നമുക്ക് പറ്റിയാൽ യോഗങ്ങൾ നമുക്ക് അനുഗ്രഹമാവും. വിശ്വാസ ജീവിതത്തിന്റെ സ്ട്രെയിൻ മാറും. പറ്റുന്നില്ല, പാടാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അതങ്ങ് മാറും. ഇതകത്തോട്ട് കയറിയാൽ, ഈ വിഷൻ അകത്തൊന്ന് കോറിയിട്ടാൽ, നീ അറിയാതെ നിന്റെ യാത്ര സ്മൂത്ത് ആകും. കാരണം നിന്റെ മനസ്സിനകത്ത് മറ്റ് ചിന്തകളില്ല. ഓൺലി നിത്യത മാത്രമാണ്. ചേർന്ന് കാര്യങ്ങൾ ഉയർത്തി ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത്. പലപ്പോഴും പാതി വഴിയിൽ പലരും അസ്തമിക്കാൻ കാരണം ഈ വിഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ദേമാസ്, പൗലോസ് എന്ന് പറയുന്ന ഏറ്റവും ഉന്നതനായ ഒരു ശുശ്രൂഷകന്റെ കൂടെ കുറെ വർഷങ്ങൾ താമസിച്ചെങ്കിലും അയാൾ തെസ്സലോനിക്കയിലേക്ക് പോയി. ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് തെസ്സലോനിക്ക. കാരണം എന്താ? പാസ്റ്റർക്ക് വിഷനുണ്ട്. കൂടെ വന്ന ദേമാസിന് എന്ത് വന്നില്ല? വിഷം കിട്ടിയില്ല. ഫിലേത്തോസ്
അലക്സാണ്ടർ ഹുമനയോസ് നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് വിശ്വാസ കപ്പൽ തകർന്നു. വായി കൊളുത്തിയില്ല. പ്രാർത്ഥനയ്ക്ക് വന്നെങ്കിലും കൊളുത്തിയില്ല. സ്തോത്രം. ഫിലേത്തോസ് കൊളുത്തിയില്ല. 3 കൊല്ലം അസാധാരണ ശുശ്രൂഷ ചെയ്ത യേശുവിന്റെ കൂടെ നടന്ന 12 പേരിൽ ഒരു മനുഷ്യന്റെ പേരാണ് യൂദ ഇസ്കരിയോത്ത. കൊളുത്തിയില്ല. അതേസമയത്ത് പത്രോസ് പറയുന്നുണ്ട്, തലകീഴെ ക്രൂശിച്ചോ. തലകീഴെ ആൽഫയുടെ മകൻ യാക്കോബിനെ മരക്കുറ്റിക്ക് അടിച്ചു കൊന്നു. മരക്കുറ്റിക്ക്. സ്തോത്രം. യോഹന്നാൻ പത്മോസിന്റെ ഏകാന്തതയിൽ ചെല്ലുമ്പോഴും നിരാശപ്പെടാത്തതിന്റെ കാരണം ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു അസാധാരണ വിഷൻ തലയ്ക്കകത്തുണ്ടായിരുന്നു, അന്തരാത്മാവിൽ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രിയിൽ അത് മനസ്സിലാക്കുന്നവരുണ്ടെങ്കിൽ ആ കരമുയർത്തി ഒരുമിച്ചൊരു സ്തോത്രം എന്ന് പറഞ്ഞാമേ. നിങ്ങളുടെ അകത്തത് പകരപ്പെടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. പ്രിയതേ, പണ്ടൊക്കെ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരുന്ന ഉപദേശിന്ന്. പണ്ട് ഞങ്ങൾ അങ്ങനെ വിളിച്ചു, ഉപദേശി. പിന്നെ ആ പേര് മാറ്റി പാസ്റ്ററാക്കി. വിശ്വാസികൾക്ക് വിദ്യാഭ്യാസമായപ്പം ഉപദേശി പോരാ, പാസ്റ്റർ, അതാ കുറച്ചുകൂടെ നല്ലത്. അങ്ങനെ പാസ്റ്ററാക്കി. പിന്നെയും നിങ്ങൾ പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് പാസ്റ്റർ എന്നുള്ള പോസ്റ്റ് മാറ്റി ഞങ്ങളെ റവറൻ്റ് ആക്കി. റവറൻ്റ് ഡോക്ടറാക്കി. ഈ ഡോക്ടറായാലും റവറൻ്റ് ആയാലും പാസ്റ്റർ ആയാലും ഞങ്ങളുടെ പരിപാടി എന്തുവാ? ഉപദേശം അല്ലയോ? ആന്നമ്മേ, നിങ്ങൾ പറയാത്തതിന്റെ കാര്യം. ഞങ്ങൾ ഒത്തിരി കഠിനമായി ഉപദേശിച്ച പിന്നെ നിങ്ങൾ ഈ ഭാഗത്തോട്ട് എന്ത് ചെയ്യത്തില്ല? ഭയങ്കര പാടാ, ട്രഡീഷൻ, പണ്ടത്തെ പരിപാടിയാ. നമുക്ക് ലോകത്തിലെ സകല കാര്യങ്ങൾ വേണം താനും, സ്വർഗത്തിൽ പോവുകയും വേണം. കളിപ്പിക്കുന്ന എന്തിനാ അല്ലയോ? അത് കളിപ്പിക്കാൻ മനസ്സില്ല എനിക്ക്. എന്തിനാ കളിപ്പിക്കുന്നേ? ചുമ്മാ ഞാൻ നിങ്ങളെ കളിപ്പിച്ചിട്ട് ഒരു വല്ല കാര്യമുണ്ട്? അങ്ങനെ നടക്കത്തില്ല. ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടെ എന്നെ മാടി വിളിച്ചാൽ കേട്ടിട്ടുണ്ടോ? ഓ സുന്ദരനാം മനോഹര, നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരാം ചാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ സുഖ സൗകര്യങ്ങൾ എന്നെ മാടി വിളിച്ചാൽ എന്ന് പറഞ്ഞാൽ ഈ സ്നേഹത്തിൽ നിന്നും മാടി വിളിച്ചാൽ, സുന്ദരനായ മനോഹര, നിന്നെ വിട്ടേച്ച് ഞാൻ പോവോ? കാരണം എനിക്ക് ലോക സുഖ സൗകര്യങ്ങളെക്കാൾ ഉന്നതമായത് തമ്പുരാന്റെ കൂടെ ആ രാജ്യത്ത് വസിക്കുക എന്നുള്ളതാണ്. പ്രിയരേ, ഇന്ന് രാത്രി നിന്റെ അന്തരാത്മാവിൽ നിത്യതയൊന്ന് കൊളുത്തട്ടെ. സ്തോത്രം. അത് കൊളുത്തിയാൽ നിങ്ങൾക്കറിയാമോ, നിരാശകൾ മാറാൻ തുടങ്ങും. കാരണം ഈ മണ്ണിനെക്കുറിച്ച് ഓർക്കുമ്പോഴും നമുക്ക് എന്തോള്ളൂ ഇത് ഈ മണ്ണ് വിട്ടാൽ പിന്നെ വീണ്ടും മണ്ണ് കയറിയാൽ പിന്നെ അവിടെ വീടില്ലെങ്കിലും കുഴപ്പമില്ല, അത് വേറെ ലെവലാ. ഇതിങ്ങനെ ഭൂമിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുവാണെങ്കിൽ ഇത് കൊച്ചേ വീട് മണ്ണ് ലോയിറ്റി. ഇപ്പൊ ഒയിറ്റി ആൾക്കാരെ കൊടുത്തേക്കുന്നത് കാരണം പെട്ടെന്ന് ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത്. ഒയിറ്റി പിറ്റി ഈ എന്തെങ്കിലും കയറി കൊടുത്തുമ്പോൾ എപ്പോഴും നിരാശ, ടെൻഷൻ, പ്രഷർ, എനി ടൈം പ്രഷർ. ഇന്നലെ എൻ്റെ ചർച്ചയിൽ പറഞ്ഞത് പ്രഷർ ഇല്ലാത്ത മനുഷ്യനില്ല. LKGക്ക് കയറുമ്പോൾ തുടങ്ങുന്ന പ്രഷറാ പിള്ളേർക്ക്. LKG മാർക്ക് എത്ര ഉണ്ടോ? 50-ൽ 40. 10 പോയോ? അപ്പ തുടങ്ങി LKGക്കാരൻ്റെ തലയ്ക്കകത്ത് എന്ത് കയറി? പ്രഷർ. പരീക്ഷ എടുക്കുമ്പോൾ അവന് ടെൻഷനാ എന്ന് പറഞ്ഞാൽ LKGക്ക് 50-ൽ 50 കിട്ടുമ്പോൾ നമുക്ക് എന്തോ ക്രെഡിറ്റ് ആണെന്നറിയാം. ആ 50 കിട്ടിയിട്ട് അവന് ജോലി കിട്ടുന്നത്. LKGക്ക് 50 ഉണ്ടല്ലയോ? കമാ അത് നോക്കിയിട്ട് അവന് IAS ആക്കുന്നത്. അന്നോ LKGയിലെ മാർക്കുണ്ട്. നമ്മുടെ അഭിമാനം, നമുക്ക് കൊച്ചു 50, നമുക്ക് അവനിതൊന്നും അറിയത്തോല്ല. നമ്മൾ LKGക്കാരന് കൊടുക്കുന്ന പ്രഷർ അപ്പ തൊട്ട് പ്രഷറാണ്. നിങ്ങൾ പറഞ്ഞ UKG 10-ലോട്ട് കയറുമ്പോ പ്രഷർ. എത്ര ശതമാനം മാർക്കുണ്ടേ? 50. +2 പോകാൻ പാടില്ല. നിനക്ക് ഉദ്ദേശിക്കുന്ന ഇത് കിട്ടത്തില്ല. നീ ഒരു 50 മേടിക്കണം. ഇവനെ പിഴിയും. ഞാൻ ഒരു കാര്യം പറയാം, 50 പിടിച്ചു ഉറക്കവില്ല, ഉറക്കവില്ല. അവസാനം ഒപ്പിച്ചിട്ട് നേരെ +2 കിട്ടി. +2 കയറിയപ്പോൾ പറഞ്ഞു, മോനെ ടേണിംഗ് പോയിന്റ് ഇവിടെ നിനക്ക് 90 കിട്ടിയെങ്കിലേ കാര്യം നടക്കുന്നു. ടേണിംഗ് പോയിന്റ്. പേരിപ്പിച്ച് മേടിച്ച് 90.
മെഡിസിൻ അഡ്മിഷൻ മേടിച്ചു കൊടുത്തു. മെഡിസിൻ എന്ന് പറയുമ്പോൾ 6 വർഷം നീണ്ടമായ 6 വർഷം. നാട്ടിൽ വന്ന് FMGക്ക് രജിസ്റ്റർ ചെയ്ത് 1 വർഷം. 6 1 7. FMG ആദ്യത്തെ എക്സാമിൽ തോറ്റു. കാരണം പാസ് റേറ്റ് വളരെ കുറവാണ്. 10% ഉള്ളൂ. 100 പേര് എഴുതിയാൽ 10 പേരെ എന്ത് ചെയ്യൂ? ജയിക്കും. അപ്പൊ പറഞ്ഞു തോക്കരുതേ, നമുക്ക് ഒന്നുകൂടെ അറ്റംപ്റ്റ് ചെയ്യണം. അപ്പൊ 6 7 1 8 കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി ഇന്റേൺഷിപ്പ് വേണം. അപ്പൊ 9 കിട്ടാൻ 1 വർഷം എടുത്തു. അപ്പൊ 10. അങ്ങനെ 10 വർഷം കഴിഞ്ഞ് 11ാമത്തെ വർഷത്തെ ജോലിക്ക് കയറുമ്പോൾ 40,000 രൂപ ശമ്പളം. ഈ 40-ന് വേണ്ടിയിട്ടാണ് ഇത്രയും പ്രഷർ സഹിച്ച്. ഒരു പ്രഷറുമില്ല. അപ്പുറത്തെ ഗോപാലൻ റബ്ബർ വിട്ടുന്ന ആളാണ്. പുള്ളിക്ക് മാസം 60,000 രൂപ ശമ്പളമാണ്. ഒരു പ്രഷറും ഇല്ല. മിണ്ടുന്നില്ല കിട്ടും. ഒരു ദിവസം 2,000 രൂപ ശമ്പളം. പുള്ളിക്ക് 10 മാനേജ്മെന്റ് 2,000 രൂപ ശമ്പളം. അപ്പൊ 3 2 6 60,000 രൂപ. പുള്ളി ഞായറാഴ്ച പോകാറില്ല. അപ്പൊ അതുകൊണ്ട് 2,000 വെച്ച് 8,000 രൂപ കുറഞ്ഞ് ബാക്കി 54,000 രൂപ പുള്ളിക്ക് മന്ത്ലി സാലറി. 10 വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് 45,000 രൂപ ശമ്പളം. എന്നോട് നിങ്ങൾ ഉണ്ടോ? ഇതിന് വേണ്ടിയിട്ട് LKG തൊട്ട് പ്രഷർ. ഞാൻ ഒന്ന് റിലാക്സ്ഡ് ആയിക്കേ, നിങ്ങൾ ഒന്ന് കൂളായിക്കേ. സ്തോത്രം. മനസ്സിൽ ടെൻഷൻ പോകുന്നുണ്ടോ? പോക്കുണ്ട്. ആ ഡോറും പൊളിച്ചാ പോകുന്നത്. ആ ഡോറും പൊളിച്ചാ നിങ്ങളുടെ മനസ്സിലെ ടെൻഷൻ പോകുന്നത്. ആദ്യം പോകുന്ന ഡോറും പൊളിച്ചോണ്ടാ പോകുന്നത്. സ്തോത്രം. ഒന്ന് റിലാക്സ് ആയി. അതാ പകുതി രോഗങ്ങൾ മാറും. കരമടിച്ച് ഒരുമിച്ച് ഒന്ന് സ്തോത്രം ചെയ്ത് നന്നായിട്ട് നടിച്ച് പകുതി രോഗം മാറും. ആണെന്ന് നന്നായിട്ട് ചിരിക്കാനായിട്ട് പറ്റും. എത്ര നാളായെന്നറിയോ ചിരിച്ചിട്ട്? പിള്ളേർ ചിരിക്കുന്നേ ഇല്ല. നന്നായിട്ട് കരമടിച്ച് കർത്താവിന് ഒരുമിച്ച് ഒന്ന് സ്തോത്രം ചെയ്ത്. മേളിലുള്ളത് അകത്ത് കൊളുത്തിയാൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് പോകാം. ഈ ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമി യാത്രയിൽ അവരെ ഒരു പണിഷ്മെന്റ് കർത്താവ് കൊടുത്തു. ഇത് അഗ്നിസർപ്പം മരുഭൂമിയിലുണ്ടായിരുന്നു. ആശ്രേ, ഇത് മരുഭൂമി മണ്ണിനകത്താ. അപ്പൊ ഒത്തിരി പേര് ചത്തപ്പോ ദൈവം പറഞ്ഞൊരു കാര്യം ചെയ്യേ, ഒരു പിച്ചള സർപ്പത്തെ ഞാൻ ഉയർത്താം. കടിയേൽക്കുന്നവൻ അതേ നോക്കിയാൽ എന്ത് ചെയ്യും? രക്ഷപ്പെടും. അപ്പൊ മോശം, അത് കൊള്ളാമല്ലോ. ഗോളി നേരെ പിച്ചള സർപ്പത്തെ തൂക്കിയിട്ടു. ഈ പിച്ചള സർപ്പത്തെ നോക്കിയിട്ടും ചില ആൾക്കാരുണ്ടല്ലോ താഴെ നോക്കിയാ നടക്കുന്നേ. പാമ്പുണ്ടോ മനസ്സിലാവുന്നുണ്ടോ? അവിടെ പാമ്പ്. എന്ന കുറച്ച് വിവേകമുള്ളവർ ഒറ്റ നോട്ടമോ പാമ്പുണ്ട എന്താ കാരണം നോട്ടമില്ല. ഇതുകൊണ്ട് താഴെ പാമ്പുണ്ടെങ്കിലും മനസ്സിലാവുന്നുണ്ട്. കുറച്ചു പേര് പാമ്പുണ്ടോ എന്നാൽ കുറച്ചു പേർ പാമ്പുണ്ടാലല്ല. ഈ നോട്ടം അവളാണെങ്കിൽ താഴെ പാമ്പ് കടിച്ചാലോ തൊട്ടാലോ വിഷയമല്ല. മനസ്സിലായി? അതാണ് ഞാൻ പറഞ്ഞത്, കാഴ്ചപ്പാടിന്റെ വ്യത്യാസമാണ്. മേളിൽ കയറി കൊളുത്തിയാൽ താഴെ കൂടിയുള്ള നിന്റെ ലൈഫിന് ഒരു പ്രശ്നവും സംഭവിക്കാൻ പോകുന്നില്ല. ഇന്ന് രാത്രി മനസ്സിലാക്കി നിങ്ങൾ ചേർന്ന് കരമുയർത്തി ഒരുമിച്ച് ഹല്ലേലൂയ പറ. സ്തോത്രം. നമ്മുടെ മനസ്സ് അവിടെ കയറി പതിയട്ടെ. അതാ ഈ സ്ത്രീയെ ഇത്ര പ്രേരിപ്പിച്ച ഘടകം. ഫെയ്ത്ത് പ്ലാസിന്റെ വൈഫ് ഇവിടെ ഉണ്ടല്ലയോ? സ്തോത്രം. എന്നെ ഞെട്ടിച്ച വേറൊരു മനുഷ്യനും കൂടെ ഉണ്ട്. പറയട്ടെ, ഒരു കൊച്ചു മനുഷ്യനാ മാമേ, പഴയ നിയമത്തിലെ ഹാനോക്ക് എന്നാണ്. ഇത് 84 അയാൾ 300. എങ്ങനെ നമുക്ക് സഹിക്കാൻ പറ്റും? 65ാമത്തെ വയസ്സ് തുടങ്ങി 300 വർഷം ദൈവത്തിന്റെ കൂടെ നടന്ന 300 വർഷം. ഇതാരാ പറഞ്ഞറിയാമോ? മോശയോട്. മോശ ആ പുസ്തകം എഴുതിയേ. മോശയോട് പറഞ്ഞുതരാന്നറിയാമോ? ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടന്ന കാര്യം ഹാനോക്കല്ല പറയുന്നത്. കാരണം പുള്ളി മരിച്ചു. അദ്ദേഹം മരിച്ചതിന് ശേഷം എത്രയോ തലമുറയ്ക്ക് ശേഷം ആ മോശ വരുന്നേ. ആ മോശ ആ പഞ്ചഗ്രന്ഥം എഴുതുന്ന അല്ലേ? അപ്പൊ എഴുതുമ്പോ ഇങ്ങനെ ഉൽപ്പത്തി എഴുതി വന്നപ്പോ 5ാം അധ്യായത്തിൽ ജീനിയോളജിയുടെ കുറച്ച് ഭാഗമുണ്ട്. അപ്പൊ തമ്പുരാൻ പറഞ്ഞ് എഴുതിക്കോ, ഇവൻ ജനിപ്പിച്ചു മരിച്ചു. എഴുത ഇവൻ ജനിപ്പിച്ചു, പക്ഷേ 300 വർഷം എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇത് ഹാനോക്ക് പറഞ്ഞതല്ല. പിന്നെ ഹാനോക്കിനെ കുറിച്ച് ആര് പറഞ്ഞതാ? ദൈവം. ഇപ്പൊ നമ്മള് കർത്താവിന്റെ കൂടെ ഉണ്ടോന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും, പിന്നെ ഞാൻ ഇത്ര വർഷമായിട്ട് കർത്താവിന്റെ കൂടെ അല്ലയോ. പക്ഷെ ഇത് ആരോട് ചോദിക്കണം? കുഞ്ഞുട്ടിച്ചാൻ കൂടെ ഉണ്ടോ?
അല്ല നമ്മുടെ കോട്ടയത്തെ കുഞ്ഞുട്ടി. കുഞ്ഞുട്ടിയോ? ദൈവത്തിന് അറിയത്തില്ല. നമ്മൾ പറയാ ദൈവത്തിന്റെ അടുത്ത ആളല്ലയോ, പക്ഷെ ദൈവത്തിന് നമ്മളെ കുറിച്ച് അറിയത്ത പോലും ഇല്ല. ഉണ്ടോ? ദൈവത്തിന് കൂടെ ഉള്ളവരെയൊക്കെ അറിയാം. ഞാൻ പ്രസംഗം എല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോഴേ കോളിംഗ് ബെല്ല് അടിക്കുന്നു ഓടിക്കോ, അല്ലെങ്കിൽ ചുമ്മാ ഡോറെ തട്ടുമ്പോൾ എൻ്റെ ഭാര്യ ലിജു അകത്തുനിന്ന് ചോദിക്കും ആരാന്ന്. അറിയാം. ഇപ്പം പണ്ടത്തെ പോലെ ഈ അതിശയോക്തൊന്നുമില്ല. പണ്ടത്തെ പോലെ നമുക്കിങ്ങനെ ഇതൊന്നുമില്ല. വാട്സാപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ലൈവ് ലൊക്കേഷൻ വരുന്നത് എല്ലാം അറിയാം. അതുകൊണ്ട് പണ്ട് ഇതൊക്കെ ആപ്ലിക്കബിളാണ്. ഹലോ, അകത്തുനിന്നൊരു ചോദ്യം, ആരാ? ഞാൻ പറയാണ്, ഇടുക്കി ജില്ലയിൽ പീരിമേട് താലൂക്കിൽ ഏലപ്പാറ പഞ്ചായത്തിൽ ഹെൽബറിയാക്കരയിൽ ശ്രീമാൻ രാജുവിൻ്റെയും ശ്രീമതി കുഞ്ഞുമോടെയും രണ്ടാമത്തെ മകൻ അനീഷ് എന്ന് പറയണോ ഡോറ് തുറക്കാൻ? വേണോ? വേണ്ട. അകത്തുനിന്ന് ചോദിച്ചു ആരാ? വെളിയിൽ നിന്ന് പറഞ്ഞു ഞാന്. ഡോർ എന്ത് ചെയ്തു? തുറന്നു. കാരണം എന്താ? 18 വർഷമായിട്ട് കൂടെ ഉള്ളത് കൊണ്ട് ഞാനാ. പറഞ്ഞപ്പോഴേ മനസ്സിലായി ആളാ, നമ്മുടെ ആളാ. ഡോർ ഓപ്പണാ. ബലിയാൻ ചോദിച്ചു പോണോ? സംഭവം പറഞ്ഞു വേണ്ട. അപ്പൊ ഞാൻ ചോദിച്ചു മനസ്സിലായി. പിന്നെ ബലിയാമ്മ ചോദിച്ചു എങ്ങനെ അറിയാം? പുള്ളി വല്ലപ്പോഴും വന്ന് ഗ്ലോറി പറയുന്ന ആളല്ല, സ്ഥിരമായിട്ട് എന്ത് ചെയ്യാറുണ്ട്? സ്ഥിരമായിട്ട് സംസാരിക്കണം. അത് സ്ഥിര പരിചയത്തിന് ശബ്ദബന്ധമാണ്. നമ്മളൊക്കെ ചിലപ്പോൾ ഗ്ലോറി പറഞ്ഞാൽ തമ്പുരാൻ കണ്ടുപിടിക്കാൻ പാടുവിടും. കാരണം വല്ലപ്പോഴേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ. ഒരു പുതിയ ശബ്ദം. പക്ഷെ സ്ഥിരമാണെങ്കിൽ അപ്പോ പോണോ? തമ്പുരാൻ പറഞ്ഞു വേണ്ട. പറഞ്ഞത് കേട്ടു. ശരി, വേണ്ടെന്ന് പറഞ്ഞു പുള്ളി എന്ത് ചെയ്തു? രണ്ടുപേരും ഓൺ ദ സ്പോട്ടിൽ പോണോ? വേണ്ട. ഇത് മേളിലും അത് താഴെയും അത്രയ്ക്ക് കമ്മ്യൂണിക്കേഷൻ. കാരണം എന്താ? കൂടെ നടന്നു. സ്തോത്രം. അതാ ഞാൻ പറഞ്ഞു, ഇത് നടക്കണമെങ്കിൽ എൻ്റെ പ്രിയരെ അസാധാരണമായ ദർശനം അന്തരാത്മാവിൽ കത്താതെ ഇത് സാധിക്കത്തില്ല. ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറയാം. ഇതിന്റെ എല്ലാ പിമ്പിൽ എൻ്റെ പ്രിയരെ ഒറ്റ ചിന്ത മാത്രമാണ്. വല്ല വിധേനയും നിങ്ങളെ നിത്യരാജ്യത്ത് കൊണ്ടുവെക്കുക, യേശുവിനോടൊപ്പം വസിക്കുക. അതാണ് മർമ്മപ്രധാനമായ ദൂത്. ഇന്ന് രാത്രി വിശ്വസിക്കുക. നിങ്ങൾ ചേർന്ന് ആ കരമുയർത്തി ഒരുമിച്ച് ഒരു ഹല്ലേലൂയ പറ. അത് മേളിൽ കൊടുത്താത്തടത്തോളം കാലം നമ്മുടെ യാത്രകൾ വലിയ പ്രയാസമായിരിക്കും. കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യും. ചെറിയ ചെറിയ കാര്യം വിടുതൽ കിട്ടും, ഡിസ്റ്റർബ് ചെയ്യും. എന്നാൽ അതോ ഡിസ്റ്റർബ് ചെയ്യത്തില്ല. ഇല്ല. ഇതാണ് കുഞ്ഞുങ്ങൾ മരിച്ചിട്ട് പോലും പാട്ടുപാടിയ നാടാണ് നമ്മുടെ നാട്, ഇല്ലയോ? 7-8 പേര് മരിച്ചിട്ട് പോലും പാട്ടുപാടിയ പാസ്റ്റർമാരുടെ നാടാണ്. സ്തോത്രം. ഒത്തിരി ചിന്തകൾ എൻ്റെ മനസ്സിലോടി വരുന്നുണ്ട്. അത്ഭുതപ്പെടുത്തി കുറച്ച് വാക്യങ്ങളോട് പറയാമേ. ഒന്ന് വായിച്ച് നിങ്ങൾ ഹീബ്രു ചാപ്റ്റർ 11 എടുക്കാമോ? ഹീബ്രു ചാപ്റ്റർ 11 വേഴ്സസ് 35 onwards, 35 തൊട്ടുള്ള വാക്യം ഒന്ന് വായിച്ച്. ഉയർത്തെഴുന്നേൽപ്പിനാൽ. അടുത്ത വാക്യം. ആ വാക്യം നോക്കി. മറ്റു ചിലർ ഏറ്റവും നല്ല ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മരണമേറ്റു, മരിച്ചു എന്ന് പറഞ്ഞാൽ വിടുതൽ വേണ്ട, പിന്നെ എന്ത് മതി? മരണം. അടുത്ത വാക്യം വായിച്ചു. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. പിന്നെ കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു. ഇങ്ങോട്ട് നോക്ക് പ്രിയരെ. വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരുടെ അനുഭവത്തെ കുറിച്ചാണ് പറയുന്നത്. അവര് ഈർച്ചവാളാൽ എന്ത് ചെയ്തു? എങ്ങനെ ഈർച്ചവാൾ കണ്ടിട്ടുണ്ടോ? ഈർച്ചവാൾ എൻ്റെ കൂടെ നിങ്ങളുണ്ടോ? കൈ ഒന്ന് പൊക്കിക്കാൻ നോക്കട്ടെ. ഉണ്ടോ നോക്കട്ടെ. തലയ്ക്ക് മേലെ കൈ പൊക്കിക്കാൻ നോക്കട്ടെ. എല്ലാവരും ഉണ്ടല്ലോ. അത് ശരി. ഈർച്ചവാളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അറുക്കുന്ന വാളില്ലേ? ഇങ്ങനെ ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു. ഞാൻ ചോദിച്ചു എന്തിനു വേണ്ടി? വാളാൽ കൊല്ലപ്പെട്ടു. ഞാൻ പറഞ്ഞു കൊല്ലപ്പെട്ടു. ജടയാടിന്റെയും കോലാടിന്റെയും തോൽ എന്ന് പറഞ്ഞാൽ ഈ മൃഗത്തിന്റെ തോൽ ധരിച്ചു. അതെന്താ അതിന്റെ സുഖം? അതിന്റെ സുഖം എന്ന് പറഞ്ഞാലേ പണ്ട് കാലത്ത് ട്രം ഉണ്ടായിരുന്നു. നമ്മുടെ ചർച്ചിലൊക്കെ ഞങ്ങൾ പണ്ട് ട്രം ഉണ്ടായിരുന്നു. ഈ ട്രം ഒരു 8 മണിയാകുമ്പോൾ സെക്രട്ടറി ഇങ്ങോട്ട് വന്നിട്ട് ട്രം എടുത്ത് വെയിലത്ത് വെക്കും. 10 മണിക്കാണ് യോഗം തുടങ്ങുന്നത്. അപ്പൊ 8 മണിക്ക് ഇത് കൊണ്ട് വെക്കുന്നതിന് കാരണം ഇനി ഇളം വെയിലടിച്ച് ഈ സ്കിന്ന് ഇതിങ്ങനെ ടെമ്പറാവും. ഇപ്പൊ തോലടിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല കരിക്കുമ്പോൾ സുഖമാണെങ്കിലും
ഇത് ധരിച്ചിട്ട് കൊണ്ടിടും, വെയിലത്ത് ഇടുമ്പോൾ ഇതിങ്ങനെ അങ്ങ് ടെമ്പറാകുമ്പോൾ അകത്തെ ഈ ബോണൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും, പൊട്ടും. അപ്പൊ അങ്ങനെ മരിക്കും. ഇപ്പൊ തോൾ ധരിച്ചു, ബുദ്ധിമുട്ട്, കഷ്ടത, ദരിദ്രം, ദുഃഖമൊക്കെ അനുഭവം. ഞാൻ ചോദിച്ചു വൈ 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 എന്തിന് ഒരു പാസ്റ്ററെ ഞങ്ങൾക്ക് നല്ല ഒരു ഉയർത്തെഴുന്നേൽപ്പ് കിട്ടണം. ഞാൻ ചോദിച്ചു എന്തിനാ ഉയർത്തെഴുന്നേൽപ്പ്? ഞങ്ങൾക്ക് ഈ ഭൂമിയല്ല, പിന്നെ ഞങ്ങൾക്കൊരു പ്രതീക്ഷ കർത്താവിന്റെ കൂടെ വസിക്കുക എന്നുള്ളതാണ്. അതാണ് ഞങ്ങളുടെ ഫൈനൽ ഗോൾ. അതിനുവേണ്ടി ഏത് ത്യാഗം സഹിക്കാനും. എനിക്കറിയത്തില്ല ഞാൻ പറയുന്ന ദൂതിന്റെ ഡെപ്തിലോട്ട് നിങ്ങൾ വരുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്നോട് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. നിങ്ങളുടെ രോഗസൗഖ്യത്തിനോട് ഞാൻ പ്രാർത്ഥിക്കാം, സത്യമായിട്ടും പ്രാർത്ഥിക്കാം. നിങ്ങൾ അലട്ടുന്ന ഭാരങ്ങളുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം. പാസ്റ്റർ അല്ലേ, തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കാം. പക്ഷേ അതൊക്കെ മേലെ നിങ്ങളുടെ മനസ്സ് കയറി പഠിക്കണം. അതുണ്ടെങ്കിൽ ആ രാജ്യത്തെക്കുറിച്ച് ഉണ്ടെങ്കിലുണ്ടല്ലോ, ഈ സൺഡേ ഒക്കെ നമ്മൾ ഓടിയെടുക്കും. സഭായോഗങ്ങൾ, ക്രൂസൈഡ്. പണ്ട് ഈ 3 മണിക്കൂറൊന്നും ഇല്ലായിരുന്നു. പണ്ടത്തെ ആൾക്കാർക്ക് കൂട്ടായ്മ ഹാരമായിരുന്നു, ആവേശമായിരുന്നു. ആൾക്കാർ വന്നാൽ പിന്നെ പോകാൻ മടിക്കും. ഇന്നും അങ്ങനത്തെ ചർച്ചസ് ഉണ്ട്. ചില രാജ്യങ്ങളുണ്ട് കേട്ടോ, ഞാൻ പേര് പറയാൻ ബുദ്ധിമുട്ടാണ്. ചില രാജ്യങ്ങളിൽ ആൾക്കാർ വന്നാൽ പോകുന്ന വൈകുന്നേരം 4 മണിക്കാണ്, പോകത്തില്ല. യോഗം തീരുന്നത് 3 മണിക്കും 4 മണിക്കും ഒക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ആൾക്കാർ പോകും. ചില രാജ്യങ്ങൾ അങ്ങനെയാണ്. സ്തോത്രം, വേറൊന്നുമില്ല പ്രതീക്ഷിക്കാൻ. ഇത് മാത്രമേ ഉള്ളൂ. വന്ന് കൂടി ഒരുമിച്ച് കണ്ട് പാട്ടുപാടി ആരാധിച്ച് ഫുഡ് കഴിച്ച് വർത്താനം പറഞ്ഞ് വിശേഷം പറഞ്ഞ് സന്തോഷിച്ച് അടുത്ത ആഴ്ച കാണാം. വേറെ ഒന്നും ചിന്തിക്കാനില്ല. കാരണം മനസ്സിൽ കൊളുത്തിക്കിടക്കുന്നത് നിത്യരാജ്യവും ദൈവത്തിന്റെ കൂടെയുള്ള വാസവുമാണ്. ഇന്ന് രാത്രി അതോർത്ത് സ്തോത്രം ചെയ്യാൻ അകത്ത് നിയോഗം പ്രാപിച്ച ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. somebody shout hallelujah. അക്കരം ഒന്ന് വീശി ഒരുമിച്ച് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ച് ആമേൻ. 300 വർഷം ദൈവത്തിന്റെ കൂടെ നടക്കാൻ ഹാനോക്കിനെ പ്രേരിപ്പിച്ചത് ഭൂമിയിലെ വാസം അല്ലായിരുന്നു. പിന്നെ എന്തായിരുന്നു? യേശുവിൻ കൂടെയുള്ള വാസം. കേട്ടിട്ടില്ലയോ പാട്ട്? എത്ര മനോഹരമായ പാട്ടാ അല്ലേ? യേശുവിൻ കൂടുള്ള വാസം ആനന്ദമേ, ആ മാർവോട് ചേർന്നിരുന്നാൽ ഭയമില്ലേ. സ്തോത്രം. ആ മാറോട് ചേർന്നിരിക്കാൻ ഇന്ന് രാത്രി അകത്ത് കൊതിക്കുന്നവർക്കായി കർത്താവിന് സ്തോത്രം ചെയ്യും. നിന്റെ സാന്നിധ്യം, നിന്റെ പ്രസൻസ് ദൈവത്തോട് ചേരുമ്പോ നിന്നിലേക്ക് അവിടുന്ന് പകരപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യത്തിൽ നിന്റെ ബന്ധനങ്ങളും നിന്റെ പ്രതിസന്ധികളും ഒരികെ മാറുന്ന ദിവസങ്ങളായി മാറും. ഈ സ്പ്രെഡ് ചെയ്യപ്പെടും പാസ്റ്റർ. ഞാൻ ഇന്നലെ എന്റെ ചർച്ചയിൽ ഫാസ്റ്റിംഗ് ആയിരുന്നു. അപ്പൊ പ്രസംഗിച്ചൊരു പാദം പുളിമാവ്, അസാരം പുളിമാവ്, ചെറിയ പുളിമാവ് പിണ്ടത്തെ മൊത്തം എന്ത് ചെയ്യുന്നു? അതെങ്ങനെന്നറിയോ? സ്പ്രെഡ് ചെയ്യും. ഈ സാധനം ഇങ്ങനെ കുറച്ച് മതി പാസ്റ്ററെ, ഇങ്ങനെ എന്നോട് നിങ്ങളുണ്ടല്ലോ അല്ലയോ, ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും, വ്യാപരിക്കപ്പെടും. അത് പുളി എങ്കിൽ പുളി, ഹാപ്പി എങ്കിൽ ഹാപ്പി, അഭിഷേകമെങ്കിൽ അഭിഷേകം, ഇങ്ങനെ സ്പ്രെഡ്. അതുകൊണ്ട് ഈ അഭിഷേകം ഉള്ളവന്റെ കൂടെ എന്ത് ചെയ്തോണം? നടന്നോണം. സ്പ്രെഡ് ചെയ്യും. അതിങ്ങനെ എന്നോട് നിങ്ങൾ വരുന്നുണ്ടോ? സ്തോത്രം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, കോട്ടയത്തെ ഏറ്റവും വലിയ ഒരു സഭയുടെ പാസ്റ്ററാണ്. അദ്ദേഹം പണ്ട് പറഞ്ഞ വാക്ക് ഞാൻ ഓർക്കുന്നു. അനുഷേ, അനുഗ്രഹിക്കപ്പെട്ടവന്റെ കൂടെ നടക്കണം. നീയും എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ അത് സ്പ്രെഡ് ചെയ്യും, ഇങ്ങനെ പകരപ്പെടും. മനസ്സിലാവുന്നുണ്ട്? അയ്യോ, അങ്ങനെയാണ്. യേശുവിന്റെ കൂടെ ഒന്ന് ചേർന്ന് നടന്നാൽ പകരപ്പെടും. യെസ്, തന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടെന്ന അല്ലേ? ഒരു സ്ത്രീ ചെന്ന് വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടു, തങ്കിൽ നിന്നും ശക്തി പുറപ്പെട്ടു. ചേർന്ന് ഒന്ന് തൊട്ടപ്പോൾ അത് സ്പ്രെഡ് ചെയ്യപ്പെട്ടല്ലെങ്കിൽ അവിടുന്ന് പകരപ്പെട്ടെങ്കിൽ ചേർന്നൊന്ന് വസിച്ചാൽ തന്നിൽ നിന്നും പകരപ്പെടുന്നത് എന്റെയും നിന്റെയും പ്രതിസന്ധിക്ക് ഉത്തരമായിരിക്കുമെന്ന് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കാൻ കരുത്തുള്ള വലിയ മക്കളുണ്ടെങ്കിൽ ആ കാര്യം ഒന്ന് അടിച്ചൊരുമിച്ചൊന്ന് സ്തോത്രം ചെയ്തു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിനോട് ചേർന്നൊന്ന് വസിക്കാൻ പറ്റുമോ? ഞാൻ പറയുന്നത് എന്താന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പക്ഷേ ഇതിനകത്ത് കാണും. പുതിയ ആൾക്കാരല്ലേ കൂടുതൽ പേര്. എന്നാലും ഇന്ന് രാത്രി ഞാൻ പറയുന്ന കാര്യം ഓർത്ത് നോക്കൂ. സ്പ്രെഡ് ചെയ്യപ്പെടുമെങ്കിൽ കർത്താവിൻ്റെ മാറോടൊന്ന് ചാരിയാൽ അല്ലേ? യോഹന്നാനെ കുറിച്ച് പറയുമ്പോൾ യോഹന്നാൻ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ. ഞാൻ ചോദിച്ചു എങ്ങനെ കിട്ടി? ഞാൻ മാറില്ല ചാരിയെ, അവിടുന്ന് വന്നതാ. സ്നേഹത്തിന്റെ കടലാ തമ്പുരാൻ അല്ലേ? യേശു സ്നേഹത്തിന്റെ കടലാ.
താൻ മരിച്ച് നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ മാറോട് ചാരിയപ്പോൾ, സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്ന് യോഹന്നാൻ അറിയപ്പെടാൻ കാരണം ആ മാറോട് ചാരിയപ്പോൾ അവിടെ നിന്നും ഒരു പകർച്ച, ഒരു പ്രസരിപ്പ്, ഒരു സ്പർശനം മനസ്സിലായവർക്കായി കർത്താവിനെ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുന്നു. എനിക്കറിയത്തില്ല, ഇതിനകം മുഴുവൻ ദൈവ സാന്നിധ്യത്തെ നിറയപ്പെടുന്നത് എനിക്ക് ആത്മാവിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ ഓരോ കസേരയിലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ചലിക്കുന്നത് എനിക്ക് ആത്മാവിൽ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഇനിയുള്ള നിമിഷങ്ങൾ നിന്റെ മേൽ ദൈവിക സൗഖ്യത്തിന്റെ നിമിഷങ്ങളാണ്. നിന്റെ ദേഹത്തുള്ള ഇരുട്ടുകൾ ഇന്ന് രാത്രി വഴിമാറുന്ന സമയമാണ്. നിന്നെ അലട്ടുന്ന ഭാരങ്ങൾ ഈ രാത്രി വഴിമാറുന്ന സമയമാണ്. യെസ്, റൈറ്റ് നൗ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിന്നിലത് സംഭവിക്കുന്ന സമയമാണ്. നിന്റെ രോഗങ്ങൾ മാറുന്ന, നിന്റെ നിരാശകൾ മാറുന്ന, നിന്റെ സന്തോഷത്തെ മടക്കി തരുന്ന, നിന്നെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു പുതിയ ദിവസമാണ് ഇന്ന് രാത്രി. ഹല്ലേലൂയ. ചേർന്ന് കരമുയർത്തി ഒരുമിച്ചൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞാട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് രാത്രി ഇതിനകത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങിയിട്ടുണ്ട്. ദൈവ സാന്നിധ്യത്തിന്റെ സ്പർശനം നിന്നെ ചലിപ്പിക്കാൻ തുടങ്ങും. ദൈവത്തോട് ചേർന്ന് വസിക്കുന്നത് നിന്റെ അഡ്രസ് മാറ്റാൻ തുടങ്ങും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നെങ്കിൽ ചേർന്ന് കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ചു തുടങ്ങിക്കേ, ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് തുടങ്ങിക്കേ. കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ച് ഈ രാത്രി നിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തിയെ പകർന്ന് നിന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുന്ന എനിക്കറിയത്തില്ല ബ്രദറെ, എന്നോട് ദൈവത്തിന്റെ ആത്മ പറയുന്നതുകൊണ്ട് ഒരു വലിയൊരു പ്രസരിപ്പ് നിങ്ങളുടെ മേൽ ദൈവം പകരാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളെ അറിയത്തില്ല, ഞാൻ നിങ്ങളെ കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ എന്നോട് അങ്ങനെ സംസാരിക്കാൻ കർത്താവ് നൽകുന്നേ. സ്തോത്രം. എൻ്റെ ജീവിതയാത്രയെ ദൈവം മാറ്റി എഴുതുന്ന നിമിഷങ്ങൾ അടുത്തു വരുക. സ്തോത്രം. കലങ്ങി മറിയുന്ന ഒരു യോർദാൻ പോലെ പലപ്പോഴും നീ കലങ്ങി മറിയുന്ന അവസ്ഥകൾ കർത്താവ് കാണുന്നുണ്ട്. ഒരു വലിയ ഫ്രീഡം, ഒരു വലിയ ആത്മാവിന്റെ സ്വാതന്ത്ര്യം ഇന്ന് രാത്രി സ്വർഗം നിന്റെ മേൽ പകരുന്നൊരു രാത്രിയാണ്. നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തൊന്ന് പ്രാർത്ഥിച്ച് നീ ഇതിനകത്തൊരു അത്ഭുതമായി മാറും. നിന്നെ കർത്താവ് കൊണ്ടുവന്നെന്നാണ് ഇന്ന് രാത്രി സംസാരിക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു നിയോഗമാണ് ദൈവം തരുന്നേ. റിസീവ് ദ പവർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒരുപക്ഷെ ഞാൻ ഇത് സംസാരിക്കുന്നത് എന്താണെന്ന് പോലും അത്തരത്തിൽ അറിയാനുള്ള മനസ്സ് നിനക്കുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ രാത്രി തമ്പുരാൻ പറയും, ഞാൻ നിന്റെ റൂട്ടുകൾ മാറ്റി വരയ്ക്കും, നിന്റെ പദ്ധതികൾ ഞാൻ തുടക്കം കുറിക്കും, അത്ഭുതകരമായ ചില വഴികൾ നിന്റെ മേൽ ഞാൻ പകരപ്പെടും. ഇന്ന് രാത്രി നിന്റെ മേൽ ഒരു വലിയ പ്രസരിപ്പിനെ ഞാൻ പകരാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകൾ അടച്ചൊന്ന് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചട്ടെ. യേശുവിന്റെ മാറോട് ചാരാൻ സ്തോത്രം, സ്തോത്രം. ഈ മാറോട് ചാരുക എന്നൊക്കെ പറഞ്ഞൊരു ഭയങ്കര ഒരു അനുഭവം അല്ലയോ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാറോട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, അബിയായും മേബൽ. അപ്പം ഇങ്ങനെ നമ്മൾ കിടക്കുന്ന സമയത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ ഏബലൊക്കെ വന്ന് നമ്മുടെ ഇങ്ങനെ 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 കിടക്കാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അയ്യോ അല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ. അപ്പം എൻ്റെ അച്ചാച്ചൻ മരിച്ചുപോയി. ഞാൻ ഇന്നലെ എൻ്റെ മോനെ ഏബലോട് പറഞ്ഞു, എൻ്റെ ആ പപ്പ ഈ കുടിക്കുമായിരുന്നു, ഫാദർ ഭയങ്കര കുടിയനായിരുന്നു, ഡ്രൈവറായിരുന്നു. അപ്പം അവിടെ നിന്ന് കിട്ടിയ സംഭവം കുടിക്കുമായിരുന്നു. കുടിയനാണെങ്കിൽ എനിക്ക് അപ്പനെ ഭയങ്കര സ്നേഹമായിരുന്നു. ഞാനും അപ്പനെ കിടക്കുന്നു. എൻ്റെ അപ്പൻ്റെ ഒരു സിസ്റ്റത്തിൽ രാവിലെ പുള്ളിക്ക് ഒരു കടുങ്കാപ്പി കുടിക്കണം രാവിലെ. അപ്പം കടുങ്കാപ്പി കുടിക്കാൻ പുള്ളി ഇരിക്കുന്ന ഒരു സ്റ്റൈലുണ്ട്. കട്ട്ലേനിങ്ങനെ ഒരു സൈഡ് കുത്തി കിടക്കും. അപ്പം ഞാൻ അപ്പുറത്ത് കിടക്കുമ്പോണ്ടല്ലോ, ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു ശരണം, ഞാൻ ഈ കുത്തി കിടക്കുമ്പോൾ അതിനിടെ ഒരു ഗ്യാപ്പുണ്ട്, ഇടയ്ക്കൊരു ഗ്യാപ്പുണ്ട്. ഞാൻ ആ ഗ്യാപ്പിനകത്തൂടെ എന്ത് ചെയ്യുമായിരുന്നു, ഈ കൊടിയനൊക്കെയാണെന്ന് പറഞ്ഞാലും അപ്പനോട് നമുക്കൊരു സ്നേഹം. ആ ഗ്യാപ്പിനിടയിൽ കൂടെ കൊച്ചായി ആ ഗ്യാപ്പിനിടയിൽ കൂടെ വന്ന് കിടക്കും, അപ്പനോട് ചേർന്ന് കിടക്കും. അയ്യോ, അത് കിട്ടുന്നൊരു ഫീല് ഭയങ്കര. ആ ഒരു ഫീലിനേക്കാൾ എത്ര ഭയങ്കരമായിരിക്കും ദൈവത്തിന്റെ മാറോട് ചാരിയാൽ. നിങ്ങൾ ഇന്ന് വീട്ടിൽ പോകുമ്പം ഇതുകൊണ്ട് എന്ത് ചെയ്യാവുള്ളൂ, പോകാവുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പ്രഹസനമല്ല. ഇത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഞാൻ ഈ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാൻ കൊതിക്കുന്നതുമല്ല. എനിക്കറിയാം ഇന്ന് രാത്രി കർത്താവിന്റെ ഒരു പ്രസൻസും ഇതിനകത്ത് വ്യാപരിക്കപ്പെടുന്നുണ്ട്. തന്റെ മാറോട് ചാരുന്ന
സുന്ദരമായൊരു ദിവസമാണ് ഈ രാത്രി. നീ ഒന്ന് ചേർന്ന് വസിച്ചാൽ, നീ പോകുന്ന യാത്രയിൽ തമ്പുരാനെ കൂടെ കൊണ്ടുപോയാൽ, നിന്റെ കൂടാരത്തിൽ, കുടുംബത്തിൽ ഓരോ നിമിഷവും അത് അനുഭവിക്കാനുള്ള, പ്രസരിപ്പ് അനുഭവിക്കാനുള്ള നിയോഗങ്ങൾ ഉണ്ടാവും. നിന്റെ ബന്ധനം മാറുന്ന, നിന്റെ ഭാരങ്ങൾ മാറുന്ന ദിവസം, നിമിഷങ്ങളായിരിക്കും അത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില മിനിറ്റുകൾ ദൈവത്തോട് അതിനുവേണ്ടി പ്രാർത്ഥിക്കാനുള്ള നിമിഷങ്ങളാണ്. ചില മിനിറ്റുകൾ ദൈവത്തോടൊന്ന് അപേക്ഷിക്കാനുള്ള മിനിറ്റുകളാണ്. ചില മിനിറ്റുകൾ അവന്റെ പ്രസൻസിലോട്ട് ചെല്ലാനുള്ള അവസരമാണ്. ക്ലോസ് യുവർ ഐസ്. എവരിബഡി ക്ലോസ് യുവർ ഐസ്. ദൈവത്തോട് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ദൈവത്തോട് ഇങ്ങനെ ഒന്ന് പറഞ്ഞേ, യേശുവേ നിന്റെ കൂടെ ഒന്ന് വസിക്കാൻ, നിന്നോട് ചേർന്നിരിപ്പാൻ, നിന്റെ കൂടെ വസിപ്പാൻ എനിക്ക് മറ്റു ഗോളുകളില്ല, എനിക്ക് മറ്റു ലക്ഷ്യങ്ങളില്ല. എനിക്ക് അങ്ങയുടെ കൂടെ വസിക്കണം. അതാണ് എൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. ഇന്ന് രാത്രി എൻ്റെ കൂടെ നീ ഒന്ന് വരുമോ? നിന്റെ മാറിലൊന്ന് ചാരാൻ എനിക്കൊരവസരം ലഭ്യമാകുമോ? ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. സ്തോത്രം, സ്തോത്രം. എനിക്കറിയാം ആവലോടെ പ്രാർത്ഥിക്കുന്ന ചിലർ ഇതിനകത്തുണ്ട്. വളരെ ആവലോടെ, വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്ന ചിലർ ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്. ഈ രാത്രി നിന്റെ രൂപാന്തരത്തിന്റെ, നിന്റെ മാറ്റത്തിന്റെ ഒരു വലിയ രാത്രിയാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എനിക്ക് ചിലർക്ക് വേണ്ടിയെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരു നിയോഗമുണ്ട്. ഒന്ന് എഴുന്നേക്കാമോ? നിങ്ങൾ ഒന്ന് എഴുന്നേറ്റ്, ഒന്ന് എഴുന്നേറ്റ്. ഒന്ന് എഴുന്നേറ്റ്, പ്ലീസ് 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 പ്ലീസ്. എഴുന്നേറ്റ് കഴിയുന്നുണ്ട്. എഴുന്നേറ്റ്, എന്നിട്ട് കണ്ണുകളൊന്നും അടച്ച്, ആ കണ്ണുകളൊന്നും അടച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ. ഇത് നിന്റെ കൂടെ കർത്താവ് സഞ്ചരിക്കുന്ന ഒരു രാത്രിയായിട്ട് ദൈവം മാറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഈ ഭൂമി നമ്മുടെ ആരുടെയും സ്വന്തമല്ല. ഒരു ദിവസം നമുക്ക് വേണ്ടി ഉണ്ട്. ആരും കാണാത്തൊരു സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ട് കുത്തി മറച്ചിടും. അതിനപ്പുറത്തൊരു രാജ്യമുണ്ടെന്ന് ബൈബിൾ പറയുമ്പോൾ, ആ സുന്ദരമായ രാജ്യത്തിൽ പാർക്കുന്ന ഇതിന് വേണ്ടിയിട്ടുള്ള പ്രതീക്ഷ നമ്മുടെ അകത്ത് കത്തണം. എന്നാൽ അതുവരെ ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ ദൈവത്തിന്റെ പ്രസൻസിൽ പാർക്കാൻ, ദൈവ സാന്നിധ്യത്തിൽ പാർക്കാൻ, ദൈവത്തോട് ചേർന്ന് വസിക്കാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? കണ്ണുകളടച്ച് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവിന്റെ ഒരു വലിയ പ്രസൻസ് എനിക്ക് ദർശിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു വലിയ ദൈവ സാന്നിധ്യം എനിക്ക് ദർശിക്കാനായിട്ട് ഇന്ന് രാത്രി കഴിയുന്നുണ്ട്. ഒരു വലിയ ദൈവ സാന്നിധ്യത്തെ എനിക്ക് കാണാനായിട്ട് ഈ രാത്രി കഴിയുന്നുണ്ട്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിന്റെ ജീവിതയാത്രയിൽ കർത്താവിന്റെ കരം നിന്റെ കൂടെ ചലിക്കപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ചില സമയങ്ങളാണ് ഇനിയുള്ള നാളുകൾ. നീ അറിയും ദൈവ സാന്നിധ്യത്തിന്റെ മഹത്വം, നീ അറിയും ദൈവ കൃപയുടെ മഹത്വം. ഇന്ന് രാത്രി അങ്ങനെ എന്നോട് സ്വർഗം സംസാരിക്കാനായിട്ട് പറയുന്നു. കണ്ണിലടച്ച് ഒരുമിച്ച് ദൈവത്തോട് ചേർന്നൊന്ന് പ്രാർത്ഥിച്ചേ. റിസീവ് ദ പവർ. ഒരു പക്ഷേ ഈ സംസാരിക്കുന്നത് എന്താണെന്ന് പോലും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാം. എന്നാൽ ഇന്ന് രാത്രി ദൈവം പറയുന്നു, തന്റെ മാറോട് ചേർന്നിരിക്കുമ്പോൾ ലഭ്യമാകുന്ന ആ പ്രസരിപ്പ് നിന്റെ കൂടാരത്തിനകത്ത് പകരും. ഈ ദിവസങ്ങൾ അത് വ്യക്തിപരമായി അനുഭവിപ്പാനുള്ള സമയമാണ് ഈ ദിവസങ്ങൾ. കണ്ണുകളടച്ച് ദൈവത്തോടൊന്ന് പറ, കർത്താവിന്റെ കൃപ നമ്മുടെ മേലൊന്ന് വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ കൃപയുടെ സാന്നിധ്യം ഒന്ന് ചലിക്കപ്പെടട്ടെ. റിസീവ് ദ പവർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകളെ അടച്ച് ദൈവത്തോട് ചേർന്ന്, ദൈവസന്നിധിയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ കർത്താവേ, 110 വയസ്സായിട്ടും ആലയം വിട്ട് പിരിയാതെ പാർക്കാൻ ഹന്നായെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? 300 വർഷത്തോളം ദൈവത്തിന്റെ കൂടെ നടക്കാൻ ഹാനോക്കിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഞങ്ങളുടെ കണ്ണുകൾ എവിടെ ഉടക്കണം? ഞങ്ങൾ നേടിയതെല്ലാം നഷ്ടമാകും. ഞങ്ങൾക്കുണ്ടെന്ന് പറയുന്നതൊക്കെ ഞങ്ങൾ ആർക്കെങ്കിലും ഒക്കെ സൈൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. എത്ര ക്ഷണികമാണ് ഇതിനപ്പുറം അങ്ങയുടെ കൂടെയുള്ള വാസം ഞങ്ങൾക്ക് പകരുവാൻ, അങ്ങയുടെ കൂടെ ചേർന്ന് നടക്കാൻ. ഇന്ന് രാത്രി ഞങ്ങളെ സഹായിക്കണം.
ഒരു നിമിഷം ആ കണ്ണുകളൊന്ന് അടച്ച് നമുക്ക് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിങ്ങൾ അലട്ടുന്ന ബന്ധനങ്ങളോ ഭാരങ്ങളോ നിരാശകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇന്ന് രാത്രിയിൽ നമുക്കൊന്ന് കുടഞ്ഞു കളഞ്ഞിട്ട് ഒരു പുതിയ മനുഷ്യനായിട്ടൊന്ന് എഴുന്നേൽക്കാൻ, ഒരു പുതിയ മനുഷ്യനായിട്ട് നമുക്ക് മുമ്പോട്ടൊന്ന് പോകാൻ ഇന്ന് നമ്മെ സമർപ്പിക്കാം. ഒരു നിമിഷം ആ കരങ്ങളൊന്ന് ഉയർത്താമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലയോ, ഞാൻ എൻ്റെ മനസ്സ് തുറന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ പാർക്കുന്ന ഏതൊരു വ്യക്തികൾക്കുമുള്ള പ്രതിസന്ധികൾ നമുക്കൊക്കെ ഉണ്ട്, നിങ്ങൾക്കും എനിക്കും ഒക്കെ ഉണ്ട്. പരിഹരിക്കപ്പെടേണ്ടതാണ്. അതൊക്കെ പരിഹരിക്കപ്പെടും. പെട്ടാലും ഇല്ലെങ്കിലും എൻ്റെ ദർശനത്തിൽ നിന്ന് ഞാൻ മാറത്തില്ല. ക്രോസ് ജനറേഷന്റെ ദർശനം, ഫെയ്ത്ത് ബ്ലെസ്സന്റെ ദർശനം, തന്റെ കുടുംബത്തിന്റെ ദർശനം, ഈ ജനത്തിന്റെ ദർശനം നിത്യതയുമായി കണക്റ്റഡ് ആവട്ടെ. കണ്ണുകളടച്ച് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു. ഈ കരം ഉയർത്തിയ നിന്റെ കുഞ്ഞുങ്ങൾ എത്ര സാധുക്കളാണ്. അവരുടെ ആ ഡെഡിക്കേഷൻ എത്ര ഉന്നതമാണ്. ആ രണ്ട് കരങ്ങളും ഉയർത്തിയിരിക്കുന്നതിന്റെ കുഞ്ഞുങ്ങളെ അങ്ങനെ കരത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അങ്ങയുടെ മഹത്വമുള്ള നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. ഒരു ആശ്വാസ വചനം പ്രതീക്ഷിച്ച്, ഒരു ആശ്വാസ ദൂതം പ്രതീക്ഷിച്ചു വന്നിട്ടുള്ളവർ ഇതിനകത്തുണ്ട്. കടഭാരത്താലും ഞെരുക്കത്താലും രോഗത്താലും ഒക്കെ ഭാരപ്പെടുന്നവരുണ്ട്. ഞാൻ ഇന്ന് രാത്രി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരിന്ന് പോകുമ്പോൾ സമാധാനത്തോടെ പോകണം. ഈ ആലയം വിട്ടിറങ്ങുമ്പോൾ സ്വസ്ഥതയോടെ പോകണം. യെസ് ലോർഡ്, യെസ് ലോർഡ്, യെസ് ജീസസ്, യെസ്. അങ്ങ് ഇവരുടെ ഭാരം എടുത്തു മാറ്റി, ഇവിടെ രോഗങ്ങൾ എടുത്തു മാറ്റി ഇവരെ സ്വതന്ത്രമാക്കണം. വർഷങ്ങൾ എത്രയായാലും നിത്യതയുടെ പ്രത്യാശയിൽ ആലയം വിട്ട് പിരിയാത്തവരെ പോലെ പാർക്കാൻ നിന്റെ ജനത്തെ സഹായിക്കണം. ഞാൻ എൻ്റെ മനസ്സ് തുറന്ന് ഇവരെ അനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ.